ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും, ടെൻഷൻ അടിക്കണ്ട. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കഥ കേട്ടാലോ? ലൈക്ക് ചെയ്തൊന്ന് കാണാൻ മറക്കരുത്. കഥയുടെ തുടക്കത്തിൽ തന്നെ എനിക്ക് വേദനിക്കുന്നു പപ്പ. ചുവന്നു കലങ്ങിയ കണ്ണുകളിൽ വേദന നിറച്ച് മുഖമായി അവൾ തന്നോട് പറയുന്നത് അതായിരിക്കാമെന്ന് ജെറി വെറുതെ വിചാരിച്ചു. മുഖം നിറയെ മുറിപ്പാടുകളാണ്. ചുണ്ടുകൾ പൊട്ടി നീര് വച്ചിരിക്കുന്നു. ദേഹമാസകലം മുറിവേറ്റ പാടുകൾ. ഇപ്പോൾ തന്നെ 3 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു 7 വയസ്സുകാരിക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ 1000 മടങ്ങ് വേദന. ഒരാഴ്ച മുമ്പ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വെറും തറയിൽ ഉടുവസ്ത്രമില്ലാതെ ചോരയിൽ കുളിച്ചു ബോധമറ്റ് കിടക്കുകയായിരുന്നു അവൾ. റോസ്, 7 വയസ്സുള്ള ചിത്രശലഭം. ജനനത്തോടെ അമ്മ നഷ്ടപ്പെട്ട ഹതഭാഗ്യ. പിന്നീട് റോസ് മാത്രമായിരുന്നു ജെറിയുടെ ലോകം. ഒരു മാലാഖയെപ്പോലെ സുന്ദരിയായിരുന്നു റോസ്. അവളുടെ മമ്മയെപ്പോലെ തന്നെ. ദൈവം വാരിക്കോരി ഭംഗി കൊടുത്തപ്പോൾ ഒരു ചെറിയ കുറവ് കൂടി അറിയാതെ കൊടുത്തതായിരിക്കണം. റോസിന് സംസാരശേഷിയില്ല. ജെറി ഇനി കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല. നേർച്ച നേരാത്ത പള്ളികളോ അമ്പലങ്ങളോ ഇല്ല. പക്ഷേ ദൈവം അവനിഷ്ടമുള്ളവരെ യഥേഷ്ടം പരീക്ഷിക്കുമെന്ന സത്യം ക്രമേണ ജെറിയും ഉൾക്കൊണ്ടു. ഒരു ചെറിയ കുന്നിൻചെരുവിലാണ് ജെറിയുടെ വീട്. പണ്ടേതാണ്ട് 10 വർഷം മുമ്പ് കോട്ടയത്ത് നിന്നും ആനിയുടെ കയ്യം പിടിച്ച് മല കയറിയതാണ് ജെറി. ആനിയുടെ കുടുംബം വലിയ പ്രമാണികളാണ്. അതുകൊണ്ട് തന്നെ അനാഥാലയത്തിൽ വളർന്ന ജെറിയുടെ കയ്യിൽ അവളെ ഏൽപ്പിക്കാൻ അവരുടെ അഭിമാനം അനുവദിച്ചില്ല. അവസാനം എല്ലാം വിട്ടെറിഞ്ഞ് ജെറിയുടെ കരുത്തുറ്റ കൈ പിടിച്ച് സ്വർഗലോകത്ത് നിന്നും ഭൂമിയിലേക്ക് അവൾ ഇറങ്ങി വന്നു. ആനി ജേക്കബ് അന്നു മുതൽ ആനി ജെറിയായി. അവരുടെ പ്രേമസുരഭിലമായ ജീവിതം കണ്ട് ഒരു പക്ഷേ ദൈവത്തിന് പോലും അസൂയ തോന്നിയിരിക്കണം. ജെറിക്ക് ദേവതയെപ്പോലെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച അന്ന് രാത്രി തന്നെ അവൾ കർത്താവിൽ ലയിച്ചു. ചിന്നം ഭിന്നം മഴ പെയ്ത ആ രാത്രിയിൽ നെഞ്ചോട് ചേർത്തതാണ് ജെറി റോസിനെ. ആ മാണിക്യമാണിപ്പോൾ. ജെറിക്ക് കരയാൻ പോലും കഴിഞ്ഞില്ല. അന്ന് റോസിനെ വാരിയെടുത്ത് മലയിറങ്ങി ഓടുമ്പോൾ അവളുടെ അരക്കെട്ടിൽ നിന്നും ഒലിച്ചിറങ്ങിയ ഇളം ചോരയിൽ പൊള്ളിപ്പിടഞ്ഞിരുന്നു ജെറി. പിന്നീട് ഇന്ന് വരെ ജെറി ഒരു തുള്ളി കണ്ണുനീർ വാർക്കുകയോ ഒരു പോള കണ്ണടയ്ക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്ര ക്രൂരത നിറഞ്ഞൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഡോക്ടർ സുലേഖ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഇൻസ്പെക്ടറോട് സംസാരിക്കുകയായിരുന്നു. ഡോക്ടർ സുലേഖയ്ക്ക് ഒരു 60 വയസ്സെങ്കിലും കാണും. കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ അരുൺ പുതിയ ആളാണ്. അരുൺ ടൗണിൽ ചാർജ് എടുത്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അയാളുടെ ആദ്യത്തെ കേസാണിത്. ഡോക്ടർ എന്തെങ്കിലും ഊഹം? സാർ, 1ൽ കൂടുതൽ ആൾക്കാർ ചേർന്നാണ് ഇത് നടത്തിയിട്ടുള്ളത്. കാരണം അവളുടെ ദേഹത്തെ സ്രവങ്ങൾ പിന്നെ ദന്തക്ഷതങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാവുന്നത് 1ൽ കൂടുതൽ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആണെന്നാണ്. അപ്പോൾ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല സാർ. കാരണം അവളുടെ ആന്തരിക അവയവങ്ങൾ മൊത്തം ഡാമേജ് ആണ്. പിന്നെ ഇൻഫെക്ഷൻ. ചിലപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയാലും ചിലപ്പോൾ ശരീരം മുഴുവനും തളർന്നു പോയേക്കാം. ഒരു ഞെട്ടലോടെ അരുൺ ഡോക്ടറെ നോക്കി. അവരുടെ മിഴികൾ നിറഞ്ഞിരുന്നു. സാർ, എന്തെങ്കിലും സൂചന? ഇല്ല ഡോക്ടർ, നിരാശയോടെ അയാൾ പറഞ്ഞു. ആ നാടും നാട്ടാരെയും മൊത്തം ഞങ്ങൾ തിരക്കി. ഒരു സംശയത്തിന്റെ നേരിയ മുന പോലും ആരുടെയും നേർക്ക് നീളാൻ തെളിവുകളില്ല. ചുറ്റുപാടുള്ള വീടുകളിലൊന്നും ആ സമയത്ത് ആണുങ്ങളില്ല. പിന്നെ ആ കുട്ടി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആരും നിലവിളിയൊന്നും കേട്ടിട്ടില്ല. പിന്നെ അറിയില്ല ഡോക്ടർ. ഇത്രയും ക്രൂരരായ ആളുകൾ ഒരു തെളിവ് പോലും ഇല്ലാതെ രക്ഷപ്പെടുക എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് ഡോക്ടർ? നിരാശ മൂലം വല്ലാതെ പതറിയിരുന്നു വരും. സാർ, എത്ര തന്നെ തെളിവ് നശിപ്പിച്ചാലും സത്യം പുറത്തു വരും സാർ. ദൈവം അത്രയ്ക്ക് ക്രൂരനല്ല. അരുൺ ഒന്നും മിണ്ടിയില്ല. ഡോക്ടറോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ICUവിന് പുറത്ത് കസാരയിൽ ജെറി ഇരിപ്പുണ്ടായിരുന്നു. മുഖത്ത് താടിരോമം നിറഞ്ഞ് കുളിക്കാതെ ഭക്ഷണം കഴിക്കാതെ അയാൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അരുൺ അയാളുടെ കൈ പിടിച്ചു. ചത്തുപോയ ഒരാളുടെ പോലെ ആ കൈകൾ തണുത്തുപോയിരുന്നു. ജെറി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു വരൂ, ഒന്നും സംഭവിക്കില്ല. നിഷേധ രൂപേണ ജെറി തലയാട്ടിക്കൊണ്ടേയിരുന്നു. ജെറി പോയിട്ട് വാ, റോസിനൊന്നും സംഭവിക്കില്ല. നിറഞ്ഞ കണ്ണുകളുയർത്തി ജെറി അരുണിനെ നോക്കി. ഇനി എന്ത് സംഭവിക്കാനാണ് സാറേ? കണ്ടില്ലേ എൻ്റെ കൊച്ചു കിടക്കുന്നത്? ഇനി ഇതിൽ കൂടുതൽ അവൾക്ക് എന്ത് വരാനാ സാറേ? മിണ്ടാപ്രാണി എൻ്റെ കൊച്ചിനെ. സങ്കടം മൂലം ജെറിക്കൊന്നും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല. അയാളുടെ മുഖം വികാര പ്രക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു വശത്തേക്ക് കൂടിപ്പോയിരുന്നു. അരുണിൻ്റെ കണ്ണിൽ നിന്നും അയാൾ അറിയാതെ 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഞാൻ ഇനി എങ്ങോട്ടും പോണില്ല സാറേ. എൻ്റെ കൊച്ചു പോയാൽ ഞാനും കൂടങ്ങ് പോകും. ജെറി എണീറ്റ് ഗ്ലാസിനുള്ളിലൂടെ റോസിനെ നോക്കി. കണ്ടോ സാറേ, എൻ്റെ കൊച്ചു കിടക്കുന്നത് കണ്ടോ? ഉറങ്ങുകയാ സാറേ. ഉണരുമ്പോൾ എന്നെ കാണാതിരുന്നാൽ അവൾ പേടിക്കും. അതുകൊണ്ട് ഞാൻ എങ്ങും പോണില്ല സാറേ. അരുണിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അയാളൊന്നും മെല്ലെ പാളി നോക്കി. വാടിക്കൊഴിഞ്ഞ ചേമ്പിന്താള് പോലെ ചവിട്ടിയരച്ച പൂവ് പോലെയോ ഒക്കെ റോസ് അവിടെ തളർന്നു കിടപ്പുണ്ടായിരുന്നു. കണ്ണീർ മൂലം ഒന്നും കാണാൻ പറ്റാതായപ്പോൾ അരുൺ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അരുൺ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലിടിച്ചു. രോഷം മൂലം അയാളുടെ കൈകൾ വേദനിക്കുന്നേ ഉണ്ടായിരുന്നില്ല.
വിടരുത് സാറേ, എന്ത് ചെയ്താലും അവരെ വിടരുത്. പിറകിൽ നിന്നും മധുരമേറിയ സ്വരം അരുൺ കേട്ടു. അരുൺ മെല്ലെ തിരിഞ്ഞു നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ തനിക്ക് തോന്നിയതായിരിക്കുമോ? എന്തായാലും വിടില്ല, അരുൺ മനസ്സിലുറപ്പിച്ചു. ഇത് എൻ്റെ ആദ്യത്തെ കേസാണ്. ഇത് ഞാൻ ജയിക്കും. തോറ്റാൽ പിന്നെ അരുൺ പോലീസിൽ ഉണ്ടാവില്ല. അയാൾ തിരിഞ്ഞു നോക്കി. ഇടനാഴിയുടെ അറ്റത്ത് ഐസിയുവിന് മുമ്പിൽ അകത്തേക്ക് നോക്കി ഒരു ശിലാവിഗ്രഹം പോലെ നിൽപ്പുണ്ടായിരുന്ന ഒരാൾ. കണ്ണ് ചിമ്മാതെ ഉരുകിയെരിഞ്ഞ് കാത്തിരിക്കുന്ന ഒരാൾ. കൈവിട്ടുപോയ പൊന്നോമനയെ കാത്തവൾ ഉണരുന്നതും കാത്തൊരച്ഛൻ. ശലഭം പോലുള്ള പെൺകുട്ടിയുടെ പപ്പ. പൊട്ടിയൊലിച്ച കണ്ണുനീരാൽ അരുണിന്റെ കാഴ്ച മങ്ങി മങ്ങി പിന്നെ ഒന്നും കാണാതെയായി. രാത്രി മുഴുവനും അരുൺ അത് തന്നെയാണ് ആലോചിച്ചു കിടന്നത്. എവിടെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അരുണിന് തോന്നുന്നുണ്ടായിരുന്നു. പുലർക്കാലത്തെപ്പോഴും അയാൾ ഒരു സ്വപ്നം കണ്ടു. ഒരു വലിയ നദിയിലൂടെ തോണിയിൽ സഞ്ചരിക്കുകയാണ് ഒരു കുട്ടി. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തോണി ആടിയുലഞ്ഞ് മുന്നോട്ട് കുതിക്കുന്നു. അവൾ പേടിച്ച് ആർത്ത് കരയാൻ ശ്രമിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. പിന്നെ കുറച്ചു നേരത്തേക്ക് കനത്ത ഇരുട്ടായിരുന്നു. പിന്നെ ഇരുട്ടുമാറി അതൊരു റൂമായി. ഒരു കൊച്ചുകുട്ടിയുടെ വെണ്ണക്കൽ പോലുള്ള ദേഹം കടിച്ചു കീറുന്ന ഒരു കാട്ടുകരടി. ഊഹം കാത്തിരിക്കുന്ന 3 തേറ്റ കാട്ടി പല്ലിളിക്കുന്നു. കുറച്ചു മാറി അപ്പുറത്ത് എല്ലാം വീഡിയോയിൽ പകർത്തുന്ന മറ്റൊരാൾ. പുറംതിരിഞ്ഞു നിൽക്കുന്നതിനാൽ മുഖം വ്യക്തമല്ല. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു. കണ്ടുമറന്നൊരു മുഖം. അയാൾ കയ്യിലിരുന്ന ക്യാമറ ആഞ്ഞു വീശി. പെട്ടെന്ന് അരുൺ ഞെട്ടിയുണർന്ന് നെഞ്ചു തടവി. അരുൺ തന്റെ തല തടവി നോക്കി. സ്വപ്നമാണെന്ന് മനസ്സിലാവാൻ കുറച്ചു സമയമെടുത്തു. എന്തോ ഒരു സൂചന പോലെ അരുണിന് തോന്നി. എന്തൊക്കെയോ അവ്യക്തമായ ചില സൂചനകൾ. കാലത്ത് തന്നെ കുളിച്ച് റെഡിയായി അരുൺ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ കോൺസ്റ്റബിൾ സമത് റെഡിയായി അരുണിനെ വെയിറ്റ് ചെയ്യുകയാണ്. നന്നേ കറുത്ത് ഒരു 6 അടി പൊക്കമുള്ള ഒരു അജാനുബാഹുവാണ് സമത്. പ്രായം 40ഓളം വരും. ഈ നാട്ടിലെ എല്ലാ മുക്കുമൂലയും അരിച്ചുപെറുക്കി പരിചയമുള്ളയാൾ. പോരാത്തതിന് കാട്ടുമൃഗങ്ങളെ പോലും പേടിയില്ലാത്ത പ്രകൃതവും. വൈകുന്നേരം വരെ അന്വേഷിച്ചിട്ടും അവർക്കൊരു ചെറിയ തുമ്പ് പോലും കിട്ടിയില്ല. എല്ലാവർക്കും അരുണിന്റെ മൊബൈൽ നമ്പർ സമത് ഇടയ്ക്ക് കൈമാറിയിരുന്നു. വൈകിട്ട് മടങ്ങാൻ നേരമാണ് അരുണിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നത്. പേടിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അത്. അവളുടെ സംസാരം കേട്ട അരുണിന്റെ കണ്ണുകൾ ഇര കണ്ട കടുവയെ പോലെ തിളങ്ങി. അരുൺ വേഗം നെറ്റ് ഓൺ ചെയ്തു. വാട്സപ്പിൽ ഒരു ഫോട്ടോ വന്ന് കിടപ്പുണ്ട്. അയാളത് ഓപ്പൺ ചെയ്തു. ഒരു 20-22 പ്രായം വരുന്ന മുടി നീട്ടി വളർത്തിയ ഒരു പയ്യൻ. ഒറ്റക്കാതിൽ ഒരു കടുക്കൻ. കഴുത്തിൽ ഒരു വലിയ ബ്ലേഡ് മാല. ഇയാളെ അറിയുമോ? സമതിന്റെ കണ്ണുകൾ ചുവന്നു. അറിയാം. എങ്കിൽ നമുക്കുടൻ ഇവനെ പിടിക്കണം. എനിക്ക് വന്ന ഫോൺ അനുസരിച്ച് ഇവനാണ് ഇതിന്റെ സൂത്രധാരൻ. അവനതല്ല, അതിനപ്പുറവും ചെയ്യും സാറേ. ആദ്യമായി സമതിന്റെ സ്വരത്തിൽ ഒരു ചെറിയ പേടിയുള്ളതുപോലെ അരുണ് തോന്നി. ആരാത്? അത് ഫ്രാങ്കോ. ഇന്നാട്ടിലെ കിരീടം വയ്ക്കാത്ത രാജാവ് ബെഞ്ചമിൻ ഫ്രാങ്കോയുടെ ഒറ്റ മകൻ. ചെറ്റത്തരത്തിന് തന്തയെ വെല്ലുന്ന മകൻ. എന്നിട്ടും ആരും ഇവന്റെ പേര് പോലും പറയുന്നില്ലല്ലോ. പേടികൊണ്ടാണ് സാറേ. സമത് യൂണിഫോമിന്റെ കൈ കയറ്റി അരുണിനെ കാണിച്ചു. വലതു തോളിന്റെ താഴെ വെട്ടിയെടുത്ത പോലെ ഒരു മുറിപ്പാട് അരുൺ കണ്ടു. പണ്ട് അവന്റെ തന്തയൊന്ന് പൂട്ടാൻ നോക്കിയപ്പോൾ കിട്ടിയതാ. സമതിന്റെ സ്വരത്തിലെ കൊടിയ പകയുടെ ലാഞ്ചന അരുണിന് മനസ്സിലായി. എന്നാ പിന്നെ പോയേക്കാമല്ലേ അവനെ കാണാൻ? പോവാം സാറേ, പക്ഷെ വഴിയിലിട്ടിട്ട് പോരുത്. ഇല്ല. അരുണിന്റെ സ്വരം ദൃഢമായി. മരിച്ചുപോയ എൻ്റെ അമ്മയാണ് സത്യം. മതി. സമത് അരുണിന്റെ കൈ പിടിച്ചു. എന്നാൽ ഞാനുണ്ട് കൂടെ. എന്തിനും? അവർ ബെഞ്ചമിന്റെ ബംഗ്ലാവിലെത്തുമ്പോൾ അയാൾ വീടിന് മുമ്പിൽ പട്ടികൾക്ക് തീറ്റ കൊടുക്കുകയാണ്. ഭീകരമായ ശരീരവും ദേഹം നിറയെ രോമവുമുള്ള ഒരു അജാനുബാഹു. അയാളുടെ കൈകൾക്ക് ഒരാളിന്റെ തുടയുടെ വണ്ണം. അജാനുബാഹുക്കളായ 4 അൾസേഷൻ പട്ടികൾ. അവ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ കുരച്ചു ചാടി. അരുണിന്റെ കൈ അറിയാതെ റിവോൾവറിൽ അമർന്നു. ബെഞ്ചമിൻ കൈ കാട്ടിയപ്പോൾ 3 അടങ്ങി. 4-മൻ അപ്പോഴും കുതിച്ചു ചാടുകയാണ്. മടിക്കുത്തിൽ നിന്നും പിസ്റ്റളെടുത്ത് ഒരൊറ്റ വെടി. അരുണിന്റെ തൊട്ടുമുമ്പിൽ അത് പിടഞ്ഞു വീണു. അരുണൊന്ന് ഞെട്ടി പിറകോട്ട് മാറി. പട്ടിയായാലും മക്കളായാലും എതിർക്കുന്നത് ബെഞ്ചമിന് ഇഷ്ടമല്ല. അറിയാലോ അല്ലേ സമത് സാറേ? ബെഞ്ചമിന്റെ കൂർത്ത സ്വരം അരുൺ കേട്ടു. സാർ വാ, അകത്തോട്ടിരിക്കാം. ബെഞ്ചമിന്റെ കൂടെ അവർ അകത്തേക്ക് നടന്നു. കുടിക്കാൻ വിസ്കിയോ സ്കോച്ചോ? ഒന്നും വേണ്ട. അരുൺ അല്ലേ? ബെഞ്ചമിൻ കണ്ണുകൾ കൂർപ്പിച്ചു. പുരികം വളച്ച് അരുണിനെ നോക്കി. അതെ. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ദാമോദരന്റെ ഒറ്റ മകൻ. അമ്മയില്ല. ഒരേ ഒരു പെങ്ങൾ എറണാകുളം സെന്റ് തെരേസസിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. അരുണിന് പെട്ടെന്നെന്തോ അപകടം മണത്തു. എനിക്ക് എങ്ങനെ അറിയാമെന്നല്ലേ? കാട്ടുപുലിയുടെ സ്വഭാവമാണ് എനിക്ക്. എതിരെ വരാൻ സാധ്യതയുള്ളവരുടെ എല്ലാം ചിക്കി ചികയുക. അല്ല, എന്താ ഇപ്പോൾ ഇതുവഴി? ഒന്നുമില്ല, ഫ്രാങ്കോയെ ഒന്ന് കാണണം. ബെഞ്ചമിന്റെ ചെറിയ കണ്ണുകൾ ഒന്നുകൂടി ഇടുങ്ങി. എന്താ കാര്യം? അത് ഞാൻ അയാളോട് പറയാം. എന്നാൽ പിന്നെ സാറുമാര് ചെല്ല്. അവനിവിടെ ഇല്ല. എവിടെ പോയി? സാറുമാര് പോയാട്ടെ, അവൻ വരുമ്പോൾ ഞാൻ വിളിക്കാം. സാറേ പോവാം. സമത് അരുണിന്റെ കൈ പിടിച്ചു. ഒരു കനത്ത മൂളലോടെ അരുൺ പുറത്തേക്ക് പോയി. നേരത്തെ ചെത്ത പട്ടിയുടെ ജഡം അപ്പോഴേക്കും അവിടെ നിന്നും എടുത്തു മാറ്റിയിരുന്നു. ഇന്റർലോക്ക് വിരിച്ച മുറ്റത്തൊന്ന് വട്ടം കറക്കി അരുൺ അതിവേഗം ജീപ്പ് ഓടിച്ചു പോയി. ബെഞ്ചമിൻ വേഗം മുകളിലേക്ക് പോയി. അവിടെ റൂമിൽ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുകയായിരുന്നു ഫ്രാങ്കോ. പെട്ടെന്ന് എഴുന്നേറ്റു. എന്ത് വൃത്തികെട്ട ചെറ്റയാടാ നീ! കൈയൊങ്ങി അയാൾ ഫ്രാങ്കോയെ അടിക്കാനാഞ്ഞു. ഇത്തിരി പോന്ന ഒരു കൊച്ചിനെ. പറയാൻ വന്ന പച്ചത്തെറി അയാൾ വിഴുങ്ങി. ഫ്രാങ്കോ നിലത്തേക്ക് നോക്കി നിൽക്കുകയാണ്.
അവൻ്റെ കവിളടക്കം ആദ്യത്തെ അടി പൊട്ടി. രണ്ടാമത് അടിക്കാൻ വന്ന ബെഞ്ചമിൻ്റെ കൈ അവൻ തട്ടിമാറ്റി. മേശപ്പുറത്ത് ആപ്പിളിൽ കുത്തിവെച്ച ചെറിയ പിച്ചാത്തി എടുത്ത് അവൻ ബെഞ്ചമിൻ്റെ കഴുത്തിൽ ചേർത്ത് വെച്ചു. വളരെ ലാഘവത്തോടെ അവൻ കത്തിയമർത്തി. ബെഞ്ചമിൻ്റെ കണ്ണിൽ ആദ്യമായി പേടി നിറഞ്ഞു. കത്തിയുടെ വശങ്ങളിലൂടെ സാവധാനം ചോര ഒലിച്ചിറങ്ങുന്നു. ഫ്രാങ്കോ കത്തിയെടുത്ത് ബെഞ്ചമിനെ നോക്കി. തന്തയാണെന്നൊന്നും നോക്കില്ല ഞാൻ. എൻ്റെ നേരെ വന്നാൽ കൊന്നുകളയും പന്നി. ജീവിതത്തിൽ ആദ്യമായി ബെഞ്ചമിൻ്റെ തല താഴ്ന്നു. അയാൾ ഒന്നും മിണ്ടാതെ കഴുത്ത് തടവി തിരിഞ്ഞു നടന്നു. 10 ഗുണം 10 ഗുണം, അയാൾ ആരോടെന്നില്ലാതെ മനസ്സിൽ പറഞ്ഞു. ഫ്രാങ്കോ ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലേക്കിരുന്നു. റോസിൻ്റെ ഇളം മേനി ഉഴുതുമറിക്കുന്ന വീഡിയോ എത്ര തവണ കണ്ടിട്ടും അവന് മതിയായില്ല. 4 പേർ 1 മണിക്കൂറോളം നീട്ടിയ പരാക്രമം പല ക്ലിപ്പുകളിലായി അവൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരുന്നു. ആശുപത്രി ICUവിൽ റോസിൻ്റെ ചെറിയ ശരീരം 4ാമത്തെ ഓപ്പറേഷന് വേണ്ടി കാത്തു കിടക്കുകയായിരുന്നു. അപ്പോൾ പടച്ചോനെ, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് കഴിവ് നൽകണേ നാഥാ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നേ നിസ്കാരപ്പായയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഡോക്ടർ സുലൈഖ. ഒരു ഡോക്ടർ എന്ന നിലയിൽ അവർ ഏറ്റവും അധികം വിഷമം പിടിച്ചൊരു കേസാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. റോസിൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇൻഫെക്ഷൻ. അവളുടെ കൊച്ചു ശരീരം മരുന്നിനോട് പോലും പ്രതികരിക്കാതെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിലല്ല സുലൈഖ റോസിനെ കണ്ടത്. അവളെ കാണുമ്പോഴൊക്കെ അവർക്ക് ഇടനെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത നീറ്റലാണ്. ഉറക്കഗുളിക കഴിക്കാതെ രാത്രി ഉറക്കം കിട്ടാതായിരിക്കുന്നു. ഉറക്കത്തിൻ്റെ മൂർധന്യതയിൽ എന്തൊക്കെയോ പേടിസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരാറുണ്ട് സുലൈഖ. ഭർത്താവിനെ വിട്ട് അവളിപ്പോൾ മകളുടെ കൂടെയാണ് കിടത്തം. രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ റോസിനെ തേടി വന്നതുപോലെ ഒരാൾ തൻ്റെ മോളെയും തേടി വരുമെന്ന് ഭയന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ ഞെട്ടി ഉണരും. നാഥാ, നീ തുണ. നിറ കണ്ണുകളോടെ നിസ്കാരപ്പായ മടക്കി വെച്ച് സുലൈഖ പെട്ടെന്ന് റെഡിയായി തിയേറ്ററിലേക്ക് ചെന്നു. അവിടെ ഓപ്പറേഷൻ ടേബിളിൽ ആരോ ചവച്ചു തുപ്പിയ ചണ്ടി പോലെ റോസ് കിടന്നിരുന്നു. പുറത്തു ബെഞ്ചിൽ പോലും ഇരിക്കാതെ ഊണും ഉറക്കവുമില്ലാതെ ജെറി ഒരു ശില പോലെ നിന്നു. അയാളുടെ കണ്ണുകളിൽ തിരിച്ചറിയാൻ കഴിയാത്ത എന്തോ വികാരവിചാരങ്ങൾ മിന്നിത്തെളിഞ്ഞു. രാത്രി 9 മണിയായപ്പോൾ സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്നു സമദ്. പെട്ടെന്ന് അയാളുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ ഡിസ്പ്ലേ നോക്കി. ഇബാമോൾ കോളിംഗ്. ഒരു പുഞ്ചിരിയോടെ അയാൾ കോൾ കട്ട് ചെയ്തു. വീണ്ടും റിങ് ചെയ്തപ്പോൾ വീണ്ടും അയാൾ കട്ട് ചെയ്തു. ഞാൻ വരികയാണ് വാവാച്ചി, അയാൾ മനസ്സിൽ പറഞ്ഞു. 2 മക്കളാണ് സമദിന്. വലുത് മോനാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെയാൾ മോൾ. ഇബമോളുടെ 3ാമത്തെ ജന്മദിനമാണിന്ന്. മോൾക്കും മോനും പിന്നെ ഭാര്യയ്ക്കും പുതുവസ്ത്രങ്ങളും മോൾക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ് ഫോറസ്റ്റ് കേക്കും വാങ്ങി വീട്ടിലേക്ക് എത്താനുള്ള ധൃതിയിൽ പോകുമ്പോഴാണ് ആരോ തന്നെ ഫോളോ ചെയ്യുന്നതായി സമദിന് തോന്നിയത്. അയാൾ റിവ്യൂ മിററിലൂടെ ഒന്ന് പാളി നോക്കി. വിജനമായ റോഡിൽ ഒരു ജീപ്പിന്റെ പോലെയുള്ള 2 തീക്കണ്ണുകൾ അയാൾ കണ്ടു. സമദ് സ്കൂട്ടറിന്റെ വേഗം കൂട്ടി. അതിന് ക്രമാതീതമായി പിന്നിലെ വാഹനവും വേഗം കൂട്ടി. ഇനിയും 2 കിലോമീറ്റർ പോവാനുണ്ട്. പോകുന്ന വഴിയിൽ ഇനി വഴിവിളക്കുകൾ പോലുമില്ല. ഒന്ന് അലറിക്കരഞ്ഞാൽ പോലും ആരും കേൾക്കില്ല. സമദ് വേഗം റോഡിന്റെ എഡ്ജിറക്കി ഓവുചാലിനോട് ചേർത്ത് വണ്ടി നിർത്തി. ഒരു 10 മീറ്റർ അകലമിട്ട് ജീപ്പ് നിർത്തി. ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ ജീപ്പ് അങ്ങനെ റേസ് ചെയ്തുകൊണ്ടേയിരുന്നു. സമദിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അയാൾ വേഗം മൊബൈലെടുത്ത് അരുണിന് ഡയൽ ചെയ്തു. ഫോൺ റിങ് ചെയ്ത് നിന്നു. ഒരുപക്ഷെ അയാൾ ബാത്റൂമിലായിരിക്കാം. ജീപ്പ് ഒരു മുരൾച്ചയോടെ മുന്നോട്ടെടുത്തു. സ്കൂട്ടറിന് സമാന്തരമായി ജീപ്പ് നിന്നു. അതിൽ നിന്നും മുഖം മറച്ച 3 പേർ ചാടിയിറങ്ങി. സമദിന് പെട്ടെന്ന് അപകടമണത്തു. ആദ്യം വന്നയാൾ അരയിൽ നിന്നും ഒരു വലിയ കത്തി വലിച്ചൂരി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അതിന്റെ വായ്ത്തല മിന്നിത്തിളങ്ങി. സമദിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി അയാൾ കത്തി ആഞ്ഞു വീശി. സമദ് ഒരു പൂച്ചയെപ്പോലെ താഴേക്ക് പതിഞ്ഞു. ഇടത്തെ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വലം കൈ മുഷ്ടി ചുരുട്ടി നെറ്റിയുടെ മധ്യ ഒരൊറ്റ ഇടി. വെട്ടിയിട്ട വാഴ പോലെ അയാൾ ഓവുചാലിലേക്ക് മറിഞ്ഞു. രണ്ടാമത്തെ ആളെ ഒന്ന് വട്ടം കറങ്ങി കാലമടക്കി നെഞ്ചിനൊരൊറ്റ തൊഴി. പിറകോട്ട് വീഴാൻ പോയ അയാളെ അരക്കി പിടിച്ചുയർത്തി ചുമലിന് മുകളിലൂടെ ഉയർത്തി സമദ് പിറകിലേക്ക് മറിച്ചു. കഴുത്തൊടിഞ്ഞ അയാൾ താഴെ വീണു. അത് കണ്ട് 3ാമത്തെയാൾ ഭയന്ന് വിറച്ചു. റെസ്ലിംഗ് താരങ്ങളെ പോലെ 2 മുഷ്ടിയും ചുരുട്ടി സമദ് അയാളെ വെല്ലുവിളിച്ചു. പെട്ടെന്ന് ജീപ്പിലിരുന്ന ആൾ പുറത്തേക്കിറങ്ങി. കയ്യിലിരുന്ന പിസ്റ്റൾ അയാൾ സമദിനെ നേരെ ചൂണ്ടി. ആദ്യ വെടിയുണ്ടയിൽ നിന്നും സമദ് ഒഴിഞ്ഞു മാറി. രണ്ടാമത്തെ ഉണ്ട പക്ഷേ സമദിന്റെ ഇടത്തെ ചുമലിൽ തറച്ചു കയറി. നിമിഷം കൊണ്ട് തോളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി. കാക്കി യൂണിഫോം നനഞ്ഞു കുതിർന്നു. 3ാമത്തെ വെടി കൃത്യമായിരുന്നു. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ സമദ് സ്കൂട്ടറിന്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് മറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ സ്കൂട്ടർ മറിഞ്ഞ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നിലത്തേക്ക് വീണു. ഹാപ്പി ബർത്ത്ഡേ ഹിബ എന്നെഴുതിയ കേക്ക് നിമിഷങ്ങൾ കൊണ്ട് സമദിന്റെ പച്ചച്ചോരയിൽ നനഞ്ഞു കുതിർന്നു. ഒന്ന് പിടഞ്ഞ് സമദ് നിശ്ചലമായി. തൂക്കുമായി അയാൾ സമദിന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് സമദിന്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ പെട്ടെന്ന് ഫോൺ എടുത്തു. സാർ കോളിംഗ്. ഒരു പുഞ്ചിരിയോടെ അയാൾ അത് അറ്റൻഡ് ചെയ്തു. സമദ് പറയൂ. അപ്പുറത്ത് അരുണിന്റെ സ്വരം അയാൾ കേട്ടു. അയാൾ ശബ്ദമില്ലാതെ ചിരിച്ചു. സമദ്. അപ്പുറത്തു നിന്നും അരുൺ നല്ല ശബ്ദത്തിൽ വിളിച്ചു. അയാൾ വീണ്ടും ചിരിച്ചു. ഹൂ ഇസ് ദിസ്? അരുണിന്റെ ശബ്ദം അവൻ അറിയാതെ ഉയർന്നു. ഫോണിലൂടെ ആക്കിയൊരു ചിരി അരുൺ കേട്ടു. പിന്നാലെ ഗുഹയുടെ ഉള്ളിൽ നിന്നും വരുന്നത് പോലുള്ള ശബ്ദവും. സമദിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോ.
മൈ ഫാദർ വാസ് എ മെയ്സർ ആൻഡ് ഐ ആം എ പീഡോ. ഹോളിവുഡ് വില്ലൻ ജോക്കറിനെ അനുകരിച്ചുകൊണ്ട് ഫ്രാങ്കോ പറഞ്ഞു. ഫ്രാങ്കോ സമതിൻ്റെ ഇടനെഞ്ച് ലക്ഷ്യമാക്കി ഒന്നുകൂടെ വെടിയുതിർത്തു. നോ! ഫോൺ കയ്യിൽ പിടിച്ച അരുൺ അലറി. ഒരൊറ്റ നിമിഷം കൊണ്ട് അരുൺ വെട്ടി വിയർത്തു. മൊബൈൽ കട്ടായി. അരുൺ വേഗം ഡ്രസ്സ് മാറി ജീപ്പിന്റെ താക്കോലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുന്നോട്ട് നീങ്ങുന്നില്ല. പുറത്തിറങ്ങി നോക്കുമ്പോൾ 4 ടയറും കുത്തിക്കീറിയിട്ടിരിക്കുന്നു. അതേസമയം ഫ്രാങ്കോയുടെ ജീപ്പ് സമതിന്റെ വീടിന്റെ അടുത്തെത്തിയിരുന്നു. അയാൾ ആർക്കോ ഫോൺ ചെയ്തു. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിടുക്കി കുട്ടിയെ സ്നേഹിക്കാൻ കിട്ടുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അപ്പുറത്ത് നിന്നും വായിലൂറിയ വെള്ളം വിഴുങ്ങുന്ന സ്വരം ഫ്രാങ്കോ കേട്ടു. ഫസ്റ്റ് ക്ലാസ്. എന്നാ റെഡി ആയിക്കോ, നമുക്കുള്ള അത്താഴം റെഡി. പിന്നെ മറ്റുള്ളവരെ കൂടി വിളിച്ചോ, ഒരു പൂവമ്പഴം കൂടെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സമതിന്റെ മകളെ ഓർത്തപ്പോൾ ഫ്രാങ്കോയുടെ രക്തം ചൂടായി. രക്തം മണത്ത ചെന്നായെപ്പോലെ അയാളുടെ കണ്ണുകൾ തിളങ്ങി. കൊന്ന പാപം തിന്നാൽ തീരും. അപ്പുറത്ത് നിന്നും കാറ്റുപോലെ അയാൾ പറഞ്ഞു. ഇതൊന്നും അറിയാതെ തണുത്തു മരവിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു സമത്. അയാളുടെ ദേഹത്ത് നിന്നൊഴുകി പടർന്ന ചോര കട്ട പിടിച്ചു കഴിഞ്ഞിരുന്നു. ഹിബാമോളുടെ ബർത്ത്ഡേ കേക്ക് ഉറുമ്പുകൾ തിന്നു തുടങ്ങിയിരുന്നു. സമതിന്റെ വീട്ടിലേക്ക് ജീപ്പ് പോവില്ല. വീടിനെ ഒരു 10 മീറ്റർ അകലെ വണ്ടി നിർത്തി ഫ്രാങ്കോ ഇറങ്ങി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പരിസരത്തൊന്നും അധികം വീടുകളില്ല. പിന്നെയും വണ്ടിയിൽ കയറി ജീപ്പ് മെല്ലെ തിരിച്ചിട്ടു. എടാ, ഒന്ന് പോയി നോക്കിയിട്ട് വാ. ഫ്രാങ്കോയുടെ ഉത്തരവ് കേൾക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു അവർ. കറുത്ത നന്നെ ഉയരം കൂടിയ ശരവണൻ ജീപ്പിൽ നിന്നും ഇറങ്ങി സമതിന്റെ വീട്ടിലേക്ക് നടന്നു. ഡോർബെൽ അമർത്തുന്നതിന് മുമ്പേ അകത്തു നിന്നും വാതിലിന്റെ സാക്ഷ്യം മാറ്റുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്ന സമതിന്റെ ഭാര്യ മുനീറ പുറത്തിറങ്ങി. 19 വയസ്സ് തോന്നിക്കുന്ന ഒരു ഇരുനിറക്കാരി. അവരുടെ വലത്തേ കാലിന് അല്പം മുടന്തുള്ളതുപോലെ അയാൾക്ക് തോന്നി. തൊട്ടുപിന്നിൽ നല്ല ഓമനത്വമുള്ള ഒരു പെൺകുട്ടി. അവൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരി തൂകി. ആരാ? പാതി തുറന്ന വാതിൽ മറഞ്ഞു നിന്നുകൊണ്ട് മുനീറ ചോദിച്ചു. അയാൾ അവളെ ആസക്തിയോടെ നോക്കി. മുനീറയുടെ മനസ്സിൽ പെട്ടെന്ന് സ്ത്രീ സഹജമായ ഒരു ആശങ്കയുണർന്നു. അവൾ പെട്ടെന്ന് വാതിലടയ്ക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അയാൾ വാതിൽ തള്ളി തുറന്ന് മുനീറയുടെ വായ പൊത്തിപ്പിടിച്ചു. പെട്ടെന്നാണ് അകത്തു നിന്നും അജാനുബാഹുവായ ഒരാൾ ഇറങ്ങി വന്നത്. സമതിന്റെ ജ്യേഷ്ഠൻ ജബ്ബാർ. ഒരു കാലത്ത് കൊച്ചി നഗരം കിടുകിടാ വിറപ്പിച്ച അതേ ജബ്ബാർ. മുമ്പിലെ രംഗം കണ്ട അയാൾ അമ്പരന്നു. പിന്നെ അയാൾ രണ്ടും കൽപ്പിച്ചവനെ പിടികൂടി. ജബ്ബാറിന്റെ കാട്ടുകുതിരയുടെ വേഗതയും കാട്ടുകടുവയുടെ കരുത്തുമായിരുന്നു. അയാളോട് മുട്ടി നിൽക്കാൻ ശരവണന് ആവുമായിരുന്നില്ല. പിന്തിരിഞ്ഞ് ഓടാൻ കഴിയാതെ അയാൾ ജബ്ബാറിന്റെ ഉരുക്കുമുഷ്ടിക്കുള്ളിൽ കിടന്നു പിടഞ്ഞു. മുനീറയുടെയും കുട്ടികളുടെയും നിലവിളി കേട്ട് സമീപവാസികളെല്ലാം ഓടി വരാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനെ ഒരു അപകടം ഫ്രാങ്കോ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനിയും ഇവിടെ നിന്നാൽ അപകടമാണെന്ന് അയാളുടെ 6ാം ഇന്ദ്രിയം അയാൾക്ക് മുന്നറിയിപ്പ് നൽകി. ശരവണ, എനിക്ക് നിന്നെ അറിയില്ല, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാൾ ജീപ്പും എടുത്ത് മുന്നോട്ട് കുതിച്ചു. വന്ന വഴിക്ക് കയറാതെ മറ്റൊരു വഴിയിലൂടെ അയാൾ അതിവേഗം വണ്ടി ഓടിച്ചു പോയി. ജബ്ബാർ ശരവണന്റെ കൈകളിൽ തോർത്തുകൾ കൊണ്ട് കൂട്ടിക്കെട്ടി നിലത്തേക്കിട്ടു. ജബ്ബാറിന്റെ അടിയേറ്റ് അവന്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജബ്ബാർ ഫോണെടുത്ത് സമതിന് ഡയൽ ചെയ്തു. ബെല്ലടിച്ച് തീർന്നതല്ലാതെ ഫോൺ എടുത്തില്ല. അപ്പോഴേക്കും അരുൺ വിളിച്ചു പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ അവിടെ എത്തിയിരുന്നു. അവരൊടുവിൽ തിരഞ്ഞ് സമതിന്റെ അടുത്തെത്തിയപ്പോഴേക്കും രണ്ടാമത് വീണ്ടും ബെല്ലടിച്ചു നിന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവർ സമതിനെ പരിശോധിച്ചു. കർത്താവേ, ജീവനില്ല. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കോൺസ്റ്റബിൾ ജോസ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. വീണ്ടും സമതിന്റെ ഫോൺ റിങ് ചെയ്തു. ഇത്തവണ അരുണായിരുന്നു. പോയി സാറേ, പോയി. ഒരു പൊട്ടിക്കരച്ചിലൂടെ ജോസ് ഫോൺ അറ്റൻഡ് ചെയ്തു. അരുണിന്റെ നെഞ്ചിൽ ഒരു ഇടിവെട്ടി. പെട്ടെന്നാണ് സമതിന്റെ കൈകൾ വിറച്ചതുപോലെ ജോസിന് തോന്നിയത്. അയാൾ തന്റെ ചെവി സമതിന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. വളരെ നേർത്തൊരു മിടിപ്പ് വ്യക്തമായി അയാൾ തിരിച്ചറിഞ്ഞു. ജീവനുണ്ട് സാറേ. ജോസ് മൊബൈൽ കട്ട് ചെയ്തു. എല്ലാവരും കൂടെ സമതിനെ താങ്ങി പിടിച്ച് ജീപ്പിൽ കയറ്റി. സൈറം മുഴക്കി അതിവേഗം ജീപ്പ് ആശുപത്രിയിലേക്ക് കുതിച്ചു. അരുൺ വിളിച്ചു പറഞ്ഞ അവിടെ എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കിയിരുന്നു. നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അവൻ ഇരട്ട ചങ്കാണ്, അങ്ങനെ പെട്ടെന്നൊന്നും ചാവൂല. കണ്ണു തുടച്ച് ജോസ് മറ്റുള്ളവരോട് പറഞ്ഞു. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും മനസ്സ് അത് ഏറ്റു പറഞ്ഞു. അതേസമയം വീണ്ടും സമതിന്റെ ഫോൺ ശബ്ദിച്ചു. മുനീറയാണ്. ജോസ് കാര്യങ്ങളൊന്നും വിട്ടു പറഞ്ഞില്ല. പക്ഷെ അവിടുത്തെ കാര്യങ്ങൾ കേട്ടപ്പോൾ ജോസ് ഞെട്ടിപ്പോയി. ഫോൺ കട്ട് ചെയ്ത ഉടനെ അയാൾ അരുണിനെ വിളിച്ചു. എന്നിട്ട് ജീപ്പും എടുത്ത് അതിവേഗം അരുണിന്റെ അടുത്ത് പോയി സമതിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു. പോലീസ് ജീപ്പ് കണ്ടപ്പോൾ കുറെ പേര് പിരിഞ്ഞുപോയി. ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ. ജബ്ബാർ അരുണിനെ നോക്കി. അരുൺ ജബ്ബാറിനെ തന്നെ നോക്കുകയായിരുന്നു. ശരിക്കും ഒരു കാളക്കുറ്റൻ. കണ്ടാൽ തന്നെ അറിയാം ആ ചങ്കുറപ്പ്. കൈ കൊടുത്തപ്പോൾ അസ്ഥികൾ പൊട്ടുന്ന പോലെ അരുണ് തോന്നി. അപ്പോഴേക്കും ശരവന് ബോധം വീണിരുന്നു. അയാളെ കണ്ടപ്പോൾ അരുണിന്റെ കണ്ണുകൾ തിളങ്ങി. അടിക്കാനാഞ്ഞ അരുണിനെ ജബ്ബാർ തടഞ്ഞു. ഇനി അടിച്ചാൽ അയാൾ ചത്തുപോകും. അപ്പോഴേക്കും ആശുപത്രിയിൽ നിന്നും കോൾ വന്നു. സമതിന്റെ ഓപ്പറേഷൻ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ശരവനെ ജീപ്പിലേക്ക് ഇട്ടിട്ട് അരുൺ കൊണ്ടുപോയി. ജബ്ബാറിനെയും സമതിന്റെ ഫാമിലിയെയും ആശുപത്രിയിൽ ഇറക്കി അരുൺ അതിവേഗം സ്റ്റേഷനിലേക്ക് പോയി. എത്ര ചോദിച്ചിട്ടും ശരവണൻ ഒന്നും മിണ്ടിയില്ല. 1 മണിക്കൂറിലേറെയായി അരുൺ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായി അവൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു വേള അയാൾ ഊമയാണോ എന്നുവരെ അരുണിന് സംശയം തോന്നി. അപ്പോഴാണ് ജബ്ബാർ സ്റ്റേഷനിലേക്ക് വന്നത്. സാറേ, വല്ല തുമ്പും? ഇല്ല, അവന് ഊമയാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ.
മനസ്സില്ലാ മനസ്സോടെ അരുൺ സമ്മതം മൂളി. ജബ്ബാർ സെല്ലിൽ കയറി 10 സെക്കൻഡ് പോലും തികഞ്ഞില്ല. അതിനു മുമ്പും അകത്തു നിന്നും ദയനീയമായൊരു നിലവിളി കേട്ടു. കടവുളെ കാപ്പാത്തുങ്കോ. അരുൺ വേഗം അകത്തേക്ക് ചെന്നു. അവിടെ ദേഹമാസകലം ബ്ലേഡ് കൊണ്ട് വരഞ്ഞ ചോരയിൽ കുളിച്ച് ജീവന് വേണ്ടി യാചിക്കുകയാണ് ശരവണൻ. സാറേ കാപ്പാത്തുങ്കോ, നാണെല്ലാം പറയാം. ജബ്ബാർ കയ്യിൽ കരുതിയ മുളകുപൊടി അവന് നേരെ നീട്ടിയെറിഞ്ഞു. 1000 ചാട്ട കൊണ്ട് ഒരുമിച്ച് അടികൊണ്ട പോലെ അയാൾ അലറിക്കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി വേദന എന്നാൽ എന്താണെന്ന് ശരവണൻ മനസ്സിലാക്കിയിരുന്നു. ജബ്ബാർ അടുത്ത പാക്കറ്റ് മുളകുപൊടി പൊട്ടിച്ചു. ശരവണൻ പെട്ടെന്ന് അരുണിന്റെ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഒറ്റ കൈകൊണ്ട് നിസ്സാരമായി ജബ്ബാർ അവനെ കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് പൊക്കിയെടുത്ത് ഭിത്തിയോട് ചേർത്തു. ശരവണൻ ആദ്യമായി പതറിപ്പോയി. മരണഭയം അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു. എന്നാ പിന്നെ പറ, ഫ്രാങ്കോ എവിടെ? വിദൂരതയിൽ നിന്നെന്ന പോലെ അരുണിന്റെ സ്വരം അവൻ കേട്ടു. ജബ്ബാർ ശരവനെ താഴ്ത്തി നിർത്തി. കുറച്ചു സമയം അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവന് ശക്തിയായി ദാഹിക്കുന്നുണ്ടായിരുന്നു. വെള്ളം. ദയനീയമായി അരുണിനെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ജബ്ബാറിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ അവന് പേടി തോന്നി. അരുൺ വെള്ളക്കുപ്പിയെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. പ്രതീക്ഷയോടെ മൂടി തുറന്ന് കുടിക്കുന്നതിന് തൊട്ടു മുമ്പ് അരുൺ കുപ്പി ബലമായി തിരിച്ചു വാങ്ങി. വെള്ളം. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി അവൻ കെഞ്ചി. എന്നാ പറ, ഫ്രാങ്കോ എവിടെ? അറിയില്ല. അരുണിന്റെ കൈ അവന്റെ മുഖത്ത് ആഞ്ഞു പതിഞ്ഞു. ഒരു കവിൾ കൊഴുത്ത ചോരയ്ക്കൊപ്പം 2 പല്ലുകൾ കൂടെ വായിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. പെട്ടെന്ന് അരുണിന്റെ ഫോൺ ശബ്ദിച്ചു. CI ഫ്രെഡിയാണ്. അരുൺ, ഇന്ന് ആരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. എന്താ? ജബ്ബാർ പെട്ടെന്ന് ശരവന്റെ വായി പൊത്തിപ്പിടിച്ചു. ഇല്ലേ? അപ്പോ ശരവണ സമതന്റെ വീട്ടിൽ നിന്നും അവനെ കൊണ്ടുപോയില്ലേ? അവനൊരു കള്ളനാണ് സാറേ. മാല പൊട്ടിക്കാൻ കയറിയതാ. എന്നാൽ അവനാണ് എല്ലാത്തിനും പ്രതി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? റോസ് പീഡനം ഇവിടെ അവസാനിക്കുന്നു. പ്രതി ശരവണ. ഓക്കെ. അപ്പുറത്തു നിന്നും ഫ്രെഡിയുടെ ആജ്ഞ നിറഞ്ഞ സ്വരം അരുൺ കേട്ടു. അതിന് ഞാൻ അവനെ അപ്പോൾ തന്നെ വിട്ടല്ലോ. എന്നാൽ അവനെ ഉടൻ അറസ്റ്റ് ചെയ്യണം. അവനാണ് പ്രതി. പക്ഷേ സാർ, ഒരു പക്ഷേയുമില്ല. ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ പതിവാണ്. ഇനി വയ്യെങ്കിൽ പറ, തനിക്ക് ഞാൻ സസ്പെൻഷൻ ഓർഡർ വാങ്ങിത്തരാം. അത് വേണോ? അരുണിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അരുൺ, ഇതിൽ നിനക്കൊരു നഷ്ടവും വരില്ല. നിന്റെ വിഹിതം നിനക്ക് കിട്ടും. നീ ജീവിതകാലം മുഴുവനും കാക്കിയിട്ട് ചരച്ചാൽ കിട്ടുന്നതിന്റെ 10 ഇരട്ടി. എന്താ പോരെ? താങ്ക് യു സാർ. ഫോൺ കട്ടായി. ജബ്ബാർ ആശങ്കയോടെ അരുണിനെ നോക്കി. അരുണിന് മനസ്സിലാവാത്തത് ഫ്രെഡി ഇതെങ്ങനെ അറിഞ്ഞെന്നാണ്. ആർക്കു വേണ്ടിയാണ് ഫ്രെഡി വക്കാലത്ത് പിടിക്കുന്നത്? ജബ്ബാറിന്റെ ചുവന്ന കണ്ണുകൾ ചെറുതാവുന്നത് അരുൺ കണ്ടു. അപ്പോൾ പിന്നെ എനിക്ക് പോവാമല്ലേ സാറേ? ജബ്ബാറിന്റെ ചാട്ടുളി പോലുള്ള ചോദ്യം കേട്ട് അരുൺ പുഞ്ചിരിച്ചു. ആറക്ക ശമ്പളം കിട്ടുന്ന ജോലി വലിച്ചെറിഞ്ഞ് ദുബായിൽ നിന്നും വന്നിവിടെ പോലീസിൽ ചേർന്നത് ഒന്നാന്തരം നട്ടല്ലുള്ളത് കൊണ്ടാ ജബ്ബാറേ. പിന്നെ എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ. ഒരു വാക്കും. അരുൺ തിരിഞ്ഞ് ശരവണെ നോക്കി. പറ, പെട്ടെന്ന് പറ. എനിക്ക് ഒന്നും അറിയില്ല സാർ. എന്നെ വീട്ടിൽ നിന്ന് ഫ്രാങ്കോ കൂട്ടി വന്നതാണ്. അവൻ്റെ കൂടെ പോയില്ലേ അവൻ എന്നെ കൊല്ലും. ജബ്ബാർ അവനെ നോക്കി. അപ്പോൾ പിന്നെ ഫ്രാങ്കോ എവിടെ? അറിയില്ല സാർ. അവർ 4 പേരുണ്ട് സാറേ. 4 പേരോ? അതെ സാർ, 4 പേർ. അവർ പറയുന്നത് അനുസരിച്ചില്ലേ അവർ എന്നെ കൊന്നുകളയും. ആരൊക്കെയാണത്? അറിയില്ല സാർ. പിന്നെ കവലയിലെ മുറുക്കാങ്കടക്കാരൻ ബംഗാളിക്ക് എല്ലാം അറിയാം സാർ. അവനാണ് വിവരങ്ങളൊക്കെ ഫ്രാങ്കോക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിനക്കൊന്നും അറിയില്ല? ഇല്ല സാർ. റോസിനെ അറിയുമോ? ശരവണയുടെ മിഴികൾ താഴ്ന്നു. ആ പാപത്തിൽ നിനക്ക് പങ്കുണ്ടോ? അവനൊന്നും മിണ്ടിയില്ല. നീ എത്ര പെണ്ണുങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്? അരുണിന്റെ കണ്ണുകൾ കത്തി. എന്നെ കൊല്ലരുത് ജബ്ബാർ. ജബ്ബാർ തലതിരിച്ച് അരുണിനെ നോക്കി. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. ജോസേ. വാതിൽ തുറന്ന് ജോസ് അകത്തേക്ക് വന്നു. എന്താ സാർ? ഇവനെ നമ്മൾ കണ്ടിട്ടില്ല. അയ്യോ, ഞാനിന്ന് വന്നിട്ടേ ഇല്ല സാർ. ജോസുമല്ലേ ശരവണന്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് ഒരു സിസിലിയെ അറിയുമോ? ആറ്റിൽ ചത്തുപൊങ്ങിയ സിസിലി. അവനൊന്നും മിണ്ടിയില്ല. എൻ്റെ കൊച്ചു പെങ്ങളായിരുന്നു. ജോസഫിന്റെ കഴുത്തിൽ പിടിച്ചൊരു തിരി. കഴുത്തൊടിഞ്ഞവൻ താഴെ വീണു. അവന്റെ ജഡം ജീപ്പിൽ കയറ്റി അവർ പാലത്തിന്റെ മുകളിൽ നിർത്തി. കുത്തിയൊലിക്കുകയാണ് ആറ്. ചുറ്റിലും ആരുമില്ല. ജബ്ബാർ മെല്ലെ ശവം ആറ്റിലേക്ക് വലിച്ചിട്ടു. റെസ്റ്റ് ഇൻ പീസ്. ജോസ് മെല്ലെ മന്ത്രിച്ചു. ഇനി എങ്ങോട്ടാ? മുറുക്കാങ്കടക്കാരൻ ബംഗാളി. ഒന്ന് അമർത്തി മൂളി അരുൺ വണ്ടി മുന്നോട്ടെടുത്തു. ബംഗാളിയുടെ റൂമിന്റെ മുമ്പിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. വാതിൽ തുറന്നു കിടന്നിരുന്നു. അരുൺ മെല്ലെ ടോർച്ച് അകത്തേക്ക് അടിച്ചു. അവിടെ കട്ടിലിൽ കഴുത്തു മുറിഞ്ഞ് ചത്തുകിടപ്പുണ്ടായിരുന്ന ബംഗാളി. അരുൺ നിരാശയോടെ തിരിഞ്ഞു നടന്നു. രക്ഷയില്ല. ഫ്രാങ്കോ വളരെ തന്ത്രശാലിയാണ്. ഇനി എന്തു ചെയ്യും? ജോസ് ചോദിച്ചു. അറിയില്ല, നോക്കാം. അരുണിന്റെ സ്വരത്തിൽ ഒരു ചെറിയ നിരാശയുള്ളതുപോലെ ജബ്ബാറിന് തോന്നി. ഒരു വഴിയുണ്ട് സാറേ. അരുൺ ജബ്ബാറിനെ നോക്കി. സ്വന്തം തന്തയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏതേലും മക്കൾ വരാതിരിക്കുമോ? അരുണിന്റെ മിഴികൾ തിളങ്ങി. ജീപ്പ് ബെഞ്ചമിന്റെ ബംഗ്ലാവിലേക്ക് തിരിഞ്ഞു. വേട്ടപ്പട്ടികളെ 3നെയും കൂട്ടിലടച്ചിരുന്നു. അവ രക്തദാഹികളെ പോലെ അവരെ ഉറ്റുനോക്കി. കുറെ നേരം ബെല്ലടിച്ചപ്പോഴാണ് ബെഞ്ചമിൻ വാതിൽ തുറന്നത്. തുണി വാരി ചുറ്റി കൊടുത്തതുപോലെയുണ്ട്. ദേഹമാസകലം വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു. അകത്തു നിന്നും ഒരു പെണ്ണിന്റെ തേങ്ങിക്കരച്ചിൽ അവർ കേട്ടു. എന്താ? ബെഞ്ചമിൻ ദേഷ്യത്തോടെ അരുണിനെ നോക്കി. അപ്പോഴാണ് അയാൾ ജബ്ബാറിനെ കണ്ടത്. ബ്ലേഡ് ജബ്ബാർ. മറന്നിട്ടില്ല അല്ലേ? കത്തുന്ന മിഴികളോടെ ജബ്ബാർ അയാളെ നോക്കി. വാ, അകത്തേക്ക് വാ. അവർ അകത്തിരിക്കുമ്പോൾ ബെഡ്ഷീറ്റ് വാരി ചുറ്റി ഒരു പെണ്ണ് അടുക്കളയിലേക്ക് പോയി.
അതൊന്നും നോക്കണ്ട, അതൊക്കെ ഇവിടെ പതിവാ. ഒരു വിടലച്ചിരിയോടെ ബെഞ്ചമിൻ പറഞ്ഞു. അരുൺ ഒന്ന് അമർത്തി മൂളി. വലിയൊരു ചുരുട്ട് തീ കത്തിച്ചുകൊണ്ട് ബെഞ്ചമിൻ അരുണിനെ നോക്കി. എന്താ കാര്യം? ഫ്രാങ്കോ എവിടെ? അറിയില്ല. ഫ്രാങ്കോ എവിടെയെന്ന് അറിയണമെങ്കിൽ അവൻ ഉള്ളിടത്ത് പോയി അന്വേഷിക്കൂ. അരുണിൻ്റെ കണ്ണുകൾ ഇടുങ്ങി. അപ്പോൾ തനിക്ക് അറിയില്ല അല്ലേ? ഇല്ല. എനിക്ക് അവൻ്റെ റൂമൊന്ന് സെർച്ച് ചെയ്യണം. വാറൻ്റ് ഉണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ സാറന്മാരെ പോയി വാറൻറ്റുമായി വാ. അപ്പോൾ നോക്കാം, ഇപ്പോൾ പോയാട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ബെഞ്ചമിൻ്റെ പിൻകഴുത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ജബ്ബാറിൻ്റെ കത്തിമുന കഴുത്തു മുറിച്ച് കളയുമോ എന്ന് അരുണിന് തോന്നി. നിന്റെ ഒരു തമാശ. ബെഞ്ചമിൻ നിസാരമായി ജബ്ബാറിൻ്റെ കൈകൾ തട്ടിമാറ്റി. എന്നിട്ട് അയാൾ കസാരയ്ക്ക് താഴെ വെച്ചിരുന്ന പെട്ടി തുറന്നു. 2000-ന്റെ നോട്ടുകെട്ടുകൾ, 1 കോടി രൂപ. ഈ കേസ് ഇവിടെ വെച്ച് തീർക്കാൻ. അരുണിൻ്റെ കണ്ണിൽ കോപം വന്ന് നിറഞ്ഞു. എത്ര വെച്ച് വീതിക്കാമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പണം തന്ന് വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയോടെ അപ്പാട്ടി. അരുൺ രോഷത്തോടെ ബെഞ്ചമിനെ നോക്കി. നിനക്ക് തെറ്റി അരുൺ, ഇത് നിനക്കല്ല, പിന്നെ ജബ്ബാറിന്. നിങ്ങളെ രണ്ടാളെയും ഫിനിഷ് ചെയ്യാൻ ജബ്ബാറിനുള്ള സമ്മാനം. ഡീൽ ഓക്കെ അല്ലേ ജബ്ബാർ? കൗശലം നിറഞ്ഞ ചിരിയോടെ ബെഞ്ചമിൻ അരുണിനെ നോക്കി. അയാളുടെ ചിരിക്കിടയിലും കണ്ണുകളിലെ ക്രൂരത കണ്ടപ്പോൾ അരുണിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അരുൺ തിരിഞ്ഞ് ജബ്ബാറിനെ നോക്കി. വികാരരഹിതനായി നിൽക്കുകയാണ് ജബ്ബാർ. അവനെ നോക്കണ്ട സാറേ, എൻ്റെ ആദ്യ വലങ്കയ്യായിരുന്നു അവൻ. കൊച്ചിയെ എൻ്റെ കൈപ്പിടിയിൽ വെച്ച് തന്ന എൻ്റെ ബ്ലേഡ് ജബ്ബാർ. അരുണിനൊരു ചെറിയ ഭയം തോന്നി. പിന്നെ നീ എവിടെയായിരുന്നു ജബ്ബാർ? എനിക്കൊരു വലിയ പണി വരുമ്പോൾ ഞാൻ നിന്നെ ഓർക്കാറുണ്ട്. ഒരു അസ്മാബിയെ ഓർമ്മയുണ്ട് സാറിന്? പെരുന്നാളിൻ്റെ തലേന്ന് സാറ് പിച്ചി ചീന്തി കൊല്ലാൻ എന്നെ ഏൽപ്പിച്ച ആ കൊച്ചു പെണ്ണിനെ ഏതോ പഴയ ഓർമ്മയിൽ ബെഞ്ചമിൻ കീഴ്ച്ചുണ്ട് കടിച്ചു. അവളൊരു പച്ചക്കരിമ്പായിരുന്നു. എന്താ, കൊല്ലുന്നതിന് മുമ്പ് നീ അവളെ സുഖിച്ചോ? മുന്നോട്ടാഞ്ഞ ജബ്ബാർ ഒരു ഒറ്റ ചവിട്ടായിരുന്നു. ഒരു കിൻഡൽ ഭാരം തോന്നി ബെഞ്ചമിന്. അയാൾ കസാരയോടെ താഴേക്ക് മറിഞ്ഞു. എൻ്റെ ഭാര്യയെപ്പറ്റി അനാവശ്യം പറയുന്നോളാ പാട്ടി. വാരിയിൽ ഒടിഞ്ഞതുപോലെ ബെഞ്ചമിന് തോന്നി. കേട്ടോ അരുൺ സാറേ, അടിയും ഇടിയും ഒരുപാട് കൂടിയിട്ടുണ്ട് ഈ പട്ടിക്ക് വേണ്ടി. പക്ഷെ ഇന്ന് വരെ ഒരു പെണ്ണിൻ്റെ കണ്ണീർ വീഴ്ത്തിയിട്ടില്ല. അന്ന് കൊല്ലാൻ എനിക്ക് തോന്നിയില്ല. വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം നോക്കി ജീവൻ തിരിച്ചു പിടിച്ചു. കെട്ടാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒന്നേ പറഞ്ഞുള്ളൂ, മനുഷ്യനായി ജീവിക്കാൻ. അന്നു മുതൽ ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. വികാരവിക്ഷോഭം കൊണ്ട് ജബ്ബാറിൻ്റെ സ്വരമിടറി. പക്ഷേ ഓൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. എന്നേലും ഈ പട്ടിയെ കാണുമ്പോൾ ഒരിക്കലും മറക്കാത്തൊരു സമ്മാനം കൊടുക്കുമെന്ന്. തറയിൽ കൈകുത്തി ബെഞ്ചമിൻ എഴുന്നേറ്റ് ഒന്ന് ഞൊട്ട വിട്ടു. എന്നിട്ട് ഒരൊറ്റ കുതിപ്പായിരുന്നു ജബ്ബാറിന് നേരെ. ജബ്ബാർ പക്ഷെ ഒന്ന് പതുങ്ങി ഒരൊറ്റ ഇടി അയാളുടെ ഇടത്തെ നെഞ്ചിൽ. മൈക്ക് ടൈസൺ തൻ്റെ വലം കൈ കൊണ്ട് ഇടിക്കുന്നതായിട്ടാണ് അരുണിന് തോന്നിയത്. ഒരൊറ്റ നിമിഷം കൊണ്ട് ബെഞ്ചമിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു. സാറേ, പോയി വീട് മൊത്തം നോക്കിയിട്ട് വാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ബെഞ്ചമിൻ കൊടും പകയോടെ ജബ്ബാറിനെ നോക്കി. അരുണും ജോസും കൂടെ വീട് മൊത്തം മരിച്ചു പിറക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. ഒരു ചെറിയ പെൻഡ്രൈവ് മാത്രമാണ് ഫ്രാങ്കോയുടെ റൂമിൽ നിന്ന് കിട്ടിയത്. അവർ തിരിച്ച് താഴെ എത്തിയപ്പോൾ സോഫയിൽ തളർന്നു കിടക്കുകയായിരുന്നു ബെഞ്ചമിൻ. അയാളുടെ ദേഹമാസകലം ചോരയിൽ മുങ്ങിയിരുന്നു. ജബ്ബാർ തൊട്ടടുത്ത കസാരയിൽ ഇരിപ്പുണ്ട്. എന്തേലും കിട്ടിയോ? പരിഹാസത്തോടെ ബെഞ്ചമിൻ തിരക്കി. അയാളുടെ വായിൽ നിന്ന് കട്ടച്ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അരുൺ ഒന്നും മിണ്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ബെഞ്ചമിൻ ഒരാക്കിയ ചിരി ചിരിച്ചു. നിനക്കൊന്നും മോനെ ഒന്ന് തൊടാൻ പോയിട്ട് കാണാൻ പോലും കഴിയില്ല. എന്നാൽ പിന്നെ സാറേ, ഇയാളെ അങ്ങ് തട്ടിയേക്കാം. ഇയാൾ ചത്ത ബോഡി കാണാനെങ്കിലും ഫ്രാങ്കോ വരാതിരിക്കില്ലല്ലോ. ബെഞ്ചമിൻ ഞെട്ടിയൊന്ന് ജബ്ബാറിനെ നോക്കി. ജബ്ബാർ ഒരു കത്തിയെടുത്ത് വളരെ നിസ്സാരമായി ബെഞ്ചമിൻ്റെ കയ്യിൽ വലിയൊരു മുറിവുണ്ടാക്കി. അയാൾ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. മുറിവിൽ നിന്നും പൈപ്പിൽ നിന്നതുപോലെ ചോര ചീറ്റി. ജബ്ബാർ അയാളുടെ ഉടുമുണ്ട് ബലമായി അഴിച്ചെടുത്തു. പിറന്നപടി ബെഞ്ചമിൻ നിലവിളിച്ചു. ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ കശക്കി എറിഞ്ഞ അയാളുടെ പുരുഷത്വം ചോർന്നു പോയിരിക്കുന്നു. ഉടുമുണ്ട് ചോരയിൽ മുക്കി ജബ്ബാർ പുറത്ത് പട്ടിക്കൂടിനടുത്തേക്ക് പോയി. ഭീമൻ വേട്ടപ്പട്ടികൾ മനുഷ്യരക്തം മണത്ത് ഉന്മത്തരായി. സാറ് പോയി ജീപ്പിൽ കയറ്. അരുണും ജോസും പെട്ടെന്ന് ജീപ്പിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി. ജബ്ബാർ പട്ടിക്കൂടിൻ്റെ പൂട്ട് തല്ലിപ്പൊട്ടിച്ചു. പുറത്തു ചാടിയ പട്ടികളുടെ മുമ്പിലേക്ക് തുണി നീട്ടിയെറിഞ്ഞു. രക്തദാഹം മൂത്ത പട്ടികൾ തുണിയുടെ മേൽ കെട്ടിമറിഞ്ഞു. പിന്നെ നേരെ അകത്തേക്ക് ഓടിക്കേറി. ജബ്ബാർ ഓടി വന്ന് ജീപ്പിൽ കയറി. അകത്തു നിന്നും പട്ടികളുടെ കുരയിൽ ബെഞ്ചമിൻ്റെ നിലവിളി മുങ്ങിപ്പോയി. അരുൺ ജബ്ബാറിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖം വികാരരഹിതമായിരുന്നു. പിറ്റേന്നത്തെ മൊത്തം പത്രങ്ങളുടെയും പ്രധാന വാർത്ത അതായിരുന്നു. പ്രമുഖ വ്യവസായി ബെഞ്ചമിൻ ഫ്രാങ്കോ സ്വന്തം വേട്ടപ്പട്ടികളാൽ ദാരുണമായി കൊല്ലപ്പെട്ടു. രാവിലെ മുതൽ ബെഞ്ചമിൻ്റെ വീട് നിറയെ പത്രക്കാരും ചാനലുകാരും നിറഞ്ഞിരിക്കുന്നു. നാടിനെ നടുക്കിയ ഒരു മരണമായിരുന്നു അത്. അവർക്കാർക്കും ബെഞ്ചമിൻ്റെ മരണം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അരുണും ജോസും രാവിലെ മുതൽ സിവിൽ ഡ്രസ്സിൽ അവിടെ നിൽപ്പുണ്ട്. ആ നാട് കാണാത്ത ജനസാഗരമായിരുന്നു അത്. കൊടിവെച്ച കാറുകളിൽ വലിയ വലിയ സമ്പന്നരും രാഷ്ട്രീയ നേതാക്കളും വന്നുപോയി. പക്ഷേ ഫ്രാങ്കോ മാത്രം വന്നില്ല. ഒടുവിൽ ശവൻ സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടും അവൻ വന്നില്ല. സാവധാനം എല്ലാ ആളുകളും ഒഴിഞ്ഞു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആ വലിയ വീട് അനാഥമായി കിടന്നു. ഫ്രാങ്കോയെ പറ്റി തന്നെയാണ് അരുൺ ആലോചിക്കുന്നത്. സ്വന്തം അച്ഛൻ്റെ ശവമടക്കിന് പോലും വരാത്ത ഒരാൾ. ഇനിയൊരു പക്ഷേ പോലീസുകാർ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് കരുതി വരാതിരിക്കുന്നതാവുമോ? അറിയില്ല. എന്തായാലും വന്നിട്ടില്ല എന്നുറപ്പാണ്. അരുൺ അവിടെ ഒരു വീഡിയോഗ്രാഫറെ ഏർപ്പാട് ചെയ്തിരുന്നു.
അയാളുടെ വീഡിയോയിൽ വരുന്ന എല്ലാവരുടെയും മുഖം പതിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രാങ്കോയെ എവിടെ ചെന്ന് അന്വേഷിക്കും? അപ്പോഴാണ് അരുൺ ഇന്നലെ കിട്ടിയ പെൻഡ്രൈവിനെ കുറിച്ച് ഓർത്തത്. ലാപ്പ് തുറന്ന് കുറേ സമയമെടുത്തു പെൻഡ്രൈവ് ഒന്ന് ഓണായി വരാൻ. അതിൽ നിറയെ വീഡിയോസായിരുന്നു. വനത്തിനുള്ളിലൂടെ നദിയിലൂടെ ബോട്ടിംഗ് നടത്തുന്ന വീഡിയോ ആയിരുന്നു ഒന്ന്. 4 ചെറുപ്പക്കാർ, എല്ലാവരും ചെറിയ ബർമുട മാത്രം വേഷം. എല്ലാവരുടെയും പുറത്തും നെഞ്ചിലുമെല്ലാം വിചിത്രമായൊരു കുരിശ് പച്ച കുത്തിയിരിക്കുന്നു. അതിൽ ഒരാൾ ഫ്രാങ്കോയാണ്. അരുൺ അടുത്ത വീഡിയോ ഓൺ ചെയ്തു. അതൊരു ചെറിയ റൂമായിരുന്നു. ചെറിയ കപ്പലിലെ റൂം പോലെ തോന്നിച്ചു അത്. 4 ചെറിയ പെൺകുട്ടികൾ, അവരുടെ കൂടെ ആടിപ്പാടുന്ന 4 ചെറുപ്പക്കാർ. പെട്ടെന്ന് വീഡിയോ കട്ടായി. അരുൺ അടുത്ത വീഡിയോ ഓൺ ചെയ്തു. ഒരു ചെറിയ വീടിൻ്റെ ഉൾവശം, ചുവന്ന കാവിയിട്ട നിലം, വെളുത്തു തുടുത്ത ഒരു ചെറിയ പെൺകുട്ടി, അവളുടെ പുറത്ത് കമിഴ്ന്നു കിടക്കുന്ന ഒരാൾ. 3 പേര് ചുറ്റും നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. 1 മണിക്കൂർ നീണ്ട വീഡിയോ ആയിരുന്നു അത്. അരുണ് പക്ഷേ ഫ്രാങ്കോയെ മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. ബോസ്റ്റൺ, അയാൾ മനസ്സിൽ പറഞ്ഞു. അവർ 4 പേർ ഉൾപ്പെടെ ഒരു ഫോട്ടോ അയാൾ മൊബൈലിലേക്ക് കോപ്പി ചെയ്തു. 4 പേര്, അവരിലേക്ക് എത്താനുള്ള ഏക വഴി ഫ്രാങ്കോ. പെട്ടെന്നാണ് അരുണിന് മറ്റൊരു ചിന്ത വന്നത്. അവർ 4 പേരും വീഡിയോയിലുണ്ട്. പക്ഷെ വീഡിയോ പിടിക്കുന്ന ഒരാൾ കൂടി ഉണ്ടാകില്ലേ? അതിനർത്ഥം 5ാമതൊരാൾ കൂടി ഉണ്ടെന്നല്ലേ? അദർശ്യനായ, ഒരു ഫോട്ടോയിലും വീഡിയോയിലും കടന്നു വരാത്ത ആൾ, എല്ലാ കാമകേളികളും കണ്ട് രസിക്കുന്ന ഒരാൾ, വീഡിയോയിൽ പകർത്തി വീണ്ടും വീണ്ടും കാണുന്ന ഒരു മനോരോഗി. എല്ലാത്തിനുമുപരി ഇവർ 4 പേരേക്കാൾ ഒരുപക്ഷെ കൂടുതൽ അപകടകാരി. കൺമുന്നിലുള്ള ശത്രുവിനേക്കാൾ അപകടകാരിയാണ് മറഞ്ഞിരിക്കുന്ന ശത്രു. അയാൾക്ക് ആഞ്ഞടിക്കാൻ കൂടുതൽ തുറന്ന അവസരങ്ങൾ കിട്ടിയേക്കാം. ഏറ്റവും അവസാനമാണ് അയാൾ ആ ഫോട്ടോ കണ്ടത്. ആ ഫോട്ടോയിലുള്ള ഒരു കണ്ണാടിയിൽ പതിഞ്ഞ പ്രതിബിംബത്തിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി. അത് ഫ്രെഡിയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ഫ്രെഡി. അരുണിനൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് സേനയിൽ അധികം കളങ്കങ്ങളില്ലാത്തയാളായി അറിയപ്പെടുന്നത് ഫ്രെഡിയാണ്. ക്ലീൻ സർവീസിനുടമ. പഴയ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വായിച്ചപ്പോൾ അരുൺ അവസാനം ഒരു തീരുമാനത്തിലെത്തി. രാത്രി ഇപ്പോൾ 12 ആയിരിക്കുന്നു. അരുണിന് കുറേശ്ശെ ഉറക്കം വന്നു തുടങ്ങി. പെട്ടെന്നാണ് അയാളുടെ ഫോൺ ബില്ലടിച്ചത്. പരിചയമില്ലാത്ത നമ്പർ. ഹലോ. അപ്പുറത്തു നിന്നും കാറ്റൂതുന്ന പോലെ ഒരു സ്വരം കേട്ടു. ആരാ? ഫ്രാങ്കോ, നീ തേടിക്കൊണ്ടിരിക്കുന്ന ഫ്രാങ്കോ. അരുൺ ഒന്നും മിണ്ടിയില്ല. വളരെ നന്ദി അരുൺ, ഡാഡിയെ പെട്ടെന്ന് തീർത്തു തന്നതിന്. യു യെസ് അരുൺ, താൻ എന്ത് കരുതി? തന്ത ചത്താൽ ഉടനെ ഞാൻ വരും, പിന്നെ എന്നെ പൊക്കാം, കേസ് തെളിയിക്കാം എന്നൊക്കെയല്ലേ? അരുൺ ചെറുതായൊന്ന് ഞെട്ടി. അരുൺ, നിനക്ക് ഞാനൊരു കേസ് കൂടെ തരാം. ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോകുന്നു. കാലത്ത് 6 മണിക്ക് ഞാൻ നിനക്ക് വീണ്ടും വിളിക്കും. നിനക്ക് ചൂട് പകരുന്നൊരു വാർത്തയുമായി. ഗുഡ് നൈറ്റ്. ഫോൺ കട്ടായി. അരുണിൻ്റെ ഉറക്കം നഷ്ടമായി. ഫ്രാങ്കോയുടെ ഭീഷണി വെറുതെ അങ്ങ് തള്ളിക്കളയാൻ തോന്നിയില്ല. എറണാകുളത്ത് എന്താണ്? പെട്ടെന്ന് അരുണൊന്ന് ഞെട്ടി. സെന്റ് തെരേസസിൽ പഠിക്കുന്ന ആതിരാമോളെ അയാൾക്ക് ഓർമ്മ വന്നു. വയറ്റിനുള്ളിലൂടെ ഒരു മിന്നൽ പോലെ. പെട്ടെന്ന് അയാൾ ആതിരയുടെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ്. ഹോസ്റ്റൽ വാർഡന്റെ നമ്പറും സ്വിച്ച് ഓഫ്. എന്ത് ചെയ്യണമെന്നറിയാതെ അരുൺ നിന്നു. അയാൾ ആർക്കോ ഡയൽ ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജോസും ജബ്ബാറും ജീപ്പുമായി വന്നു. നല്ല മയക്കത്തിലായിരുന്നു ഫ്രെഡി. പെട്ടെന്നാണ് കോളിംബെല്ല അയാളെ ഉണർത്തിയത്. നാശം. തലയിൽ ചൊറിഞ്ഞുകൊണ്ട് അയാൾ വാതിൽ തുറന്നു. അരുണായിരുന്നു മുമ്പിൽ. എന്താ ഈ നേരത്ത്? ദേഷ്യത്തോടെ ഫ്രെഡി ചോദിച്ചു. അരുൺ കയ്യിലിരുന്ന മൊബൈലിലെ ഫോട്ടോ കാണിച്ചു. ഇവരെ അറിയുമോ? കണ്ണുകൾ ഇടുക്കി ഫ്രെഡി ആ ഫോട്ടോ ഒന്ന് നോക്കി. താനെന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? ഒരു പുളിച്ച തെറിയായിരുന്നു അരുണിൻ്റെ മറുപടി. ഫ്രെഡി പെട്ടെന്ന് വാതിലിൻ്റെ നേർക്കോടി. അവിടെ മഹാമേരു പോലെ നിൽപ്പുണ്ടായിരുന്നു ജബ്ബാർ. അയാൾ കൈ വീശി ഒരു ഒറ്റയടി. തല കറങ്ങി ഫ്രെഡി താഴെ വീണു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അയാളെ പൊക്കി ജബ്ബാർ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. ജോസും എല്ലാം അകത്ത് കയറി വാതിലടച്ചു. ബോധം വീഴുമ്പോൾ ഫ്രെഡി വെറും നിലത്ത് കിടക്കുകയായിരുന്നു. ഫ്രാങ്കോ എവിടെ? നിന്റെ തന്തയോട് പോയി ചോദിക്കടാ. അരുൺ ഒരൊറ്റ ഇടിയായിരുന്നു. അയാളുടെ കണ്ണ് ചുവന്നുപോയി. ജബ്ബാർ അരയിൽ നിന്നും ഒരു ചെറിയ ബ്ലേഡ് എടുത്തു. ഒരൊറ്റ വര. ഫ്രെഡിയുടെ കഴുത്തു മുതൽ വയറുവരെ ഒരു ചെറിയ വര. ഒരു നിമിഷം കൊണ്ട് അതിൽ നിന്നും ചോര പൊടിച്ചിറങ്ങി. അയാൾ വിശ്വാസം വരാത്ത പോലെ ജബ്ബാറിനെ നോക്കി. യു. തൻ്റെ നേരെ ചൂണ്ടിയ കൈ നിസ്സാരമായി ജബ്ബാർ ഒടിച്ചു കളഞ്ഞു. പെട്ടെന്ന് ഫ്രെഡിയുടെ ഫോൺ റിങ് ചെയ്തു. ജോസ് പോയി ഫോൺ എടുത്തുകൊണ്ടുവന്നു. ഫ്രാങ്കോ കോളിംഗ്. അരുണിൻ്റെ മുഖത്തൊരു ചിരി വരുന്നു. അയാൾ ഫ്രെഡിയെ നോക്കി. അയാളുടെ വെളുത്ത മുഖം ചോര വാർന്ന് വെളുത്തുപോയിരുന്നു. ഫോൺ ബെല്ലടിച്ച് നിന്നു. പറ, അവരൊക്കെ ആരാ? ജബ്ബാർ ബ്ലേഡ് കൈവിരലുകൾക്കിടയിൽ തിരുകുന്നത് ഫ്രെഡി കണ്ടു. പറയാം, ഞാൻ പറയാം. നല്ല കുട്ടി. ജോസ് ഫ്രെഡിയുടെ കവളിൽ ഒരു നുള്ളു കൊടുത്തു. ഒരാൾ പാലക്കാരൻ ടിൻഡോ, 2ാമൻ വയനാട്ടുകാരൻ സക്കീർ, 3ാമൻ ചെന്നൈ സ്വദേശി മാരി. അവരെവിടെ? അറിയില്ല. പെട്ടെന്ന് അരുണിൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു. പ്ലീസ് ഓപ്പൺ വാട്സാപ്പ്. അരുൺ പെട്ടെന്ന് നെറ്റ് ഓൺ ചെയ്തു. കുറേയേറെ ഫോട്ടോകൾ വന്നു കിടപ്പുണ്ടായിരുന്നു അതിൽ. ഫ്രാങ്കോയുടെ ചിത്രങ്ങളായിരുന്നു എല്ലാം. അവസാനം ഒരു വീഡിയോ ആയിരുന്നു. ഹോസ്പിറ്റലിൽ സമത കിടക്കുന്ന വീഡിയോ ആയിരുന്നു അത്. ഉറങ്ങുന്ന സമതിൻ്റെ മുമ്പിൽ കത്തിയുമായി നിൽക്കുന്ന ഒരാൾ.
അയാൾ കൈ ഉയർത്തി നടുവിരൽ ക്യാമറയ്ക്ക് നേരെ കാണിക്കുന്നു. പെട്ടെന്ന് വീഡിയോ കട്ടായി. അരുണിൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. യു ട്രാപ്പ് അരുൺ, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തരെയായി നിന്റെ കൺമുന്നിലിട്ട് അവർ തീർക്കും. വല്ലാത്തൊരു ചിരിയോടെ ഫ്രെഡി മുരണ്ടു. കൊടും പകയോടെ അയാൾ അരുണിനെ നോക്കി. എന്നാൽ അരുണിന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. ഫ്രാങ്കോ എന്നല്ല, അവനെപ്പോലെ 100 പേര് വന്നാലും എതിരിടാൻ പറ്റിയ ഒരാൾ ആ ക്യാമറയിൽ പതിഞ്ഞത് അരുൺ കണ്ടിരുന്നു. സമതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് ആരും അറിയാതെ ആശുപത്രിയിൽ തൂപ്പുജോലിക്കാരനായി കഴിയുന്ന ഒരാൾ, ഇൻസ്പെക്ടർ നെൽസൺ. ഇരുമ്പൻ എന്ന ഇരട്ടപ്പേരുള്ള സർവീസ് ബുക്കിൽ 16 എൻകൗണ്ടറുള്ള ഷാർപ്പ് ഷൂട്ടർ. നിയമത്തിന് പോലും വിട്ടുകൊടുക്കാതെ കുറ്റവാളികളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അയക്കുന്നവൻ, ഇരുമ്പൻ നെൽസൺ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തൻ്റെ പുതിയ കാറുമായി ഇരിക്കുകയാണ് ഡിൻഡോ. അയാളുടെ ചുമലൊപ്പമിറക്കിയ ചെമ്പിച്ച മുടി ഇളം കാറ്റിൽ അലസമായി പറന്നു കളിച്ചു. ഇളം നീല ജീൻസും കറുത്ത ടീഷർട്ടും റൈബാൻ ഗ്ലാസും അണിഞ്ഞ അയാൾ സുന്ദരനായിരുന്നു. 6 അടി ഉയരമുള്ള അയാളുടെ ഉരുണ്ട മസിലുകൾ ഒരു ബോളിവുഡ് നടനെ ഓർമ്മിപ്പിച്ചു. ട്രെയിൻ ഇറങ്ങി വരുന്ന പെൺകുട്ടികളിൽ തൻ്റെ ഇരയെ തിരയുകയായിരുന്നു അയാൾ. ഏതെങ്കിലും ഒറ്റയ്ക്ക് വരുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ എന്തിനും റെഡിയായ ചില കോളേജ് കുമാരികൾ, പിന്നെ തൻ്റെ പൗരുഷത്തിൽ ആകൃഷ്ടരാവുന്ന ഏതെങ്കിലും കൊച്ചമ്മമാർ. പെട്ടെന്നാണ് ഡാഷിൽ വെച്ചിരുന്ന ഫോൺ അടിച്ചത്. തെല്ലുമടുപ്പോടെ അയാൾ ഫോൺ എടുത്തു. അപ്പുറത്ത് ഫ്രാങ്കോയായിരുന്നു. ഡിൻഡോ എവിടാ? നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഫ്രാങ്കോ ഒന്ന് അമർത്തി മോളി. എന്നാൽ വേഗം എവിടേക്കെങ്കിലും മുങ്ങിക്കോ, പോലീസ് നമ്മുടെ പിന്നാലെയുണ്ട്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഫോൺ കട്ടായി. ഡിൻഡോ മെല്ലെ അരയിൽ തടവി നോക്കി. ഒരു ഫുൾ ലോഡഡ് റിവോൾവർ അരയിൽ ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു. ഡിൻഡോ ചുറ്റും നോക്കി. ഇന്ന് പ്രതീക്ഷിക്കാവുന്ന ആരെയും കാണുന്നില്ലല്ലോ എന്ന നിരാശയിലായിരുന്നു അയാൾ. പെട്ടെന്നാണ് ഒരു യുവതി നടന്നു വരുന്നത് അയാൾ കണ്ടത്. ഇളം മഞ്ഞ ചുരിദാർ അവളുടെ വടിവൊത്ത ശരീരത്തോട് ചേർന്ന് കിടക്കുന്നു. തനിച്ച് നടന്നു വരുന്ന അവളെ കണ്ട മാത്രയിൽ ഡിൻഡോയുടെ ഉള്ളിൽ കുളിരുകോരി. ആ മൃദുല മനോഹരമേനി അയാളുടെ ഉള്ളിൽ വികാര വേലിയേറ്റം നടത്തി. ഡിൻഡോ മെല്ലെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ആൾക്കാർ വളരെ കുറവാണ്. ഉള്ളവർ തന്നെ മൊബൈലിലും. ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു മൽപ്പിടുത്തം നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല. ചുറ്റുപാടും ക്യാമറ കണ്ണുകൾ മിഴി തുറന്ന് ഇരിപ്പുണ്ട്. അവൾ അടുത്തെത്തി. നല്ല വെളുത്ത് തുടുത്ത നിറം, വലിയ കണ്ണുകൾ. നടക്കുമ്പോൾ ഒരു നർത്തകിയുടെ ലാസ്യത. വലിയ ചുവന്ന ചുണ്ടുകൾ ഒരു ചുടുചുംബനത്തിന് ദാഹിക്കുന്ന പോലെ. അറിയാതെ അവളുടെ മിഴികൾ അവൻ്റെ മിഴികളുമായി ഇടഞ്ഞു. ഒരു ചിരപരിചിതനെ പോലെ അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. ഡിൻഡോയല്ലേ? ഡിൻഡോ ഒന്ന് അമ്പരന്നു. അയാൾക്ക് അവളെ മനസ്സിലായില്ല. അതെ, ആരാ? ഡാ, എന്നെ മനസ്സിലായില്ലേ? ഡീന. ഏത് ഡീന? എൻ്റെ ചേട്ടായി, തൊടുപുഴ ടൗണിൽ ജ്വല്ലറി നടത്തുന്ന ജോസച്ചായൻ്റെ ഇളയ മോൾ. എൻ്റെ ചേച്ചി മരിയ ഡിൻഡോയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഡിൻഡോയുടെ മിഴികൾ ഒന്ന് വിടർന്നു. മരിയയുടെ വലിയ മാരടം അയാൾക്ക് ഓർമ്മ വന്നു. ഏതോ മധുരമൂർന്ന ഓർമ്മയിൽ അയാളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഹായ് ഡീന. അയാൾ അവളുടെ പട്ടുപോലുള്ള കൈകൾ പിടിച്ചു കുലുക്കി. പക്ഷേ അയാൾക്ക് അവളുടെ മുഖം ഓർമ്മ വന്നില്ല. പണ്ട് രാത്രി വരാമെന്ന് പറഞ്ഞപ്പോൾ അനിയത്തി പ്രശ്നമാണെന്ന് മരിയ പറഞ്ഞത് അയാൾക്ക് ഓർമ്മ വന്നു. എന്തുകൊണ്ടും ചേച്ചിയേക്കാൾ സൂപ്പർ അനിയത്തി തന്നെ. ചേട്ടായി എന്നെ ഇവിടെ? അല്ല, ടീന എന്നെ ഇവിടെ? ഞാൻ ഇവിടെയല്ലേ പഠിക്കുന്നത്, വീട്ടിൽ പോവാ. ഡിൻഡോയുടെ മിഴികൾ അറിയാതെ ഒന്ന് തിളങ്ങി. ഞാനും വീട്ടിൽ പോകാൻ നിൽക്കായിരുന്നു. എൻ്റെ ചേട്ടായി, അത് നന്നായി. ഞാനും കൂടെ വരട്ടെ. ഡിൻഡോയുടെ മനസ്സിൽ 1000 ലഡു ഒരുമിച്ച് പൊട്ടി. പിന്നെന്താ? അയാൾ അവൾക്കായി സൈഡ് ഡോർ തുറന്നു കൊടുത്തു. മനസ്സിലെ സന്തോഷം പുറത്തു കാണിക്കാതെ അയാൾ മെല്ലെ വണ്ടി മുന്നോട്ടെടുത്തു. ഇടയ്ക്ക് അയാൾ ഇടം കണ്ടിട്ട് ഡീനയെ നോക്കി. അവൾ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ്. പള്ളിയിൽ വെച്ച് എത്ര തവണ ഞാൻ ചേട്ടായിയെ നോക്കി ചിരിച്ചു. പക്ഷെ ഇതുവരെ ചേട്ടായി ഒന്ന് ചിരിച്ചുകൂടിയില്ല. ഞാൻ കാണാത്തത് കൊണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും സുന്ദരിയായ ടീനയെ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുമോ? ടീനയുടെ മുഖം ഒന്നുകൂടെ ചുവന്നു. കാർ വളരെ സാവധാനം അയാൾ ഓടിച്ചുകൊണ്ടിരുന്നു. എവിടെ വെച്ച് ഇവളെ ആസ്വദിക്കുമെന്നായിരുന്നു അയാൾ ആലോചിച്ചത്. ടീനയ്ക്ക് വിശക്കുന്നുണ്ടോ? പിന്നെ ചേട്ടായിയെ തിന്നാനുള്ള അത്രയും വിശപ്പുണ്ട്. അവൾ മെല്ലെ അയാളുടെ തുടയിലടിച്ചു. എന്നാൽ പിന്നെ ഇവിടെ പപ്പയുടെ ഒരു റിസോർട്ടുണ്ട്, അവിടെ പോയാലോ? അയാൾ ഇടം കണ്ടിട്ട് അവളെ നോക്കി. ചേട്ടായി, അവിടെ നല്ല കോഫി കിട്ടുമോ? പിന്നെ കോഫി മാത്രമല്ല, എന്തും കിട്ടും. ചേട്ടായി, ആരെങ്കിലും കാണുമോ? ഇല്ല, ആരും കാണൂല. പിന്നെ വേണേൽ നമുക്കവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാം. ടീന ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. അയാൾ കൈയെത്തിച്ച് അവളുടെ കവിളിൽ തലോടി. അവളുടെ ശ്വാസോച്ഛ്വാസം അറിയാതെ ഉയർന്നു. പെണ്ണ് വീണു. ഡിൻഡോയുടെ മിഴികളൊന്നിടുങ്ങി. മീൻ ചൂണ്ടയിൽ കൊത്തിക്കഴിഞ്ഞു. ഇനി വളരെ സാവധാനം വലിച്ച് കരക്കെത്തിക്കുക എന്നതൊരു നല്ല ചൂണ്ടക്കാരൻ്റെ കഴിവാണ്. കാർ മെല്ലെ ഇടറോട്ടിലേക്ക് ഇറങ്ങി ഒരു വലിയ റിസോർട്ടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. വരൂ. ഡോർ തുറന്ന് അയാൾ അവളെ ക്ഷണിച്ചു. അവൾ പുറത്തിറങ്ങി ചുറ്റും നോക്കി. അയാൾ മെല്ലെ അകത്തേക്ക് പോയി. ഇടതുഭാഗത്തായി ചെറിയ ചെറിയ വില്ലകൾ കണ്ടു. ഏറ്റവും കമനീയമായൊരു വില്ലയിലേക്ക് അയാൾ അവളെയും കൊണ്ടുപോയി. ഡോറടച്ച അവളിലേക്ക് ആഴ്ന്നിറങ്ങാനാണ് അയാൾക്ക് തോന്നിയത്. പക്ഷെ അയാൾ സ്വയം നിയന്ത്രിച്ചു. ഈ റൂമിലേക്ക് വരുന്ന എത്രാമത്തെ ഇരയാണ് ടീന എന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷെ വന്നവരിൽ ഏറ്റവും സുന്ദരി ടീനയാണെന്നും ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായിരിക്കുമെന്നും അയാൾക്ക് തോന്നി. ടീനയ്ക്ക് കഴിക്കാൻ എന്തും ഒരു കള്ളച്ചിരിയോടെ അയാൾ അവളെ നോക്കി. ഒന്ന് പോ ചേട്ടായി.
അവൾ നാണത്തോടെ അയാളുടെ കവിളിൽ നുള്ളി. അയാൾ അവളുടെ അരയിൽ പിടിച്ച് തൻ്റെ ദേഹത്തോട് ചേർത്ത് ചുംബിക്കാനാഞ്ഞു. അവൾ അയാളെ മെല്ലെ തള്ളിമാറ്റി. അപ്പടി വിയർപ്പാ മോനെ, ഞാനൊന്ന് കുളിക്കട്ടെ. അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഡിൻഡോ അലമാരി തുറന്ന് കുറച്ച് വിസ്കി എടുത്ത് മോന്തി. പിന്നെ അലമാരയിൽ നിന്നും ഒരു സ്പ്രേ എടുത്ത് തൻ്റെ അരക്കെട്ടിലേക്ക് പൂശി. ഇന്ന് ഞാൻ മെല്ലെ മൊബൈലെടുത്ത് ക്യാമറ ഓണാക്കി മേശപ്പുറത്ത് വെച്ച് ഒന്ന് നോക്കി. കൊള്ളാം, എല്ലാം ക്ലിയറായി. ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന സ്വരം കേട്ടു. മാറിടത്തിന് മേലെ ഒരു ചുവന്ന ടവൽ ചുറ്റി അവൾ പുറത്തിറങ്ങുന്നത് അയാൾ കണ്ടു. ചെറിയ ടവലിന് കീഴിൽ അവളുടെ തുടകൾ നഗ്നമായിരുന്നു. അയാളുടെ ശ്വാസോച്ഛ്വാസം അറിയാതെ ഉയർന്നു. അറിയാതെ അവളെ അയാൾ തൻ്റെ ദേഹത്തോട് ചേർത്ത് ചുണ്ടിലമർത്തി ചുംബിച്ചു. അവളുടെ കൈകൾ അയാളെ വരിഞ്ഞു മുറുക്കി. ചീഞ്ഞ മാംസത്തിൻ്റെ രുചിയാണ് അയാളെ ഉണർത്തിയത്. അവളുടെ കൈകൾ ഇരുമ്പ് പോലെ അയാളെ ഇറുക്കിക്കൊണ്ടേയിരുന്നു. ഒരു ചീഞ്ഞളിഞ്ഞ മാംസപിണ്ഡത്തെയാണ് താൻ കെട്ടിപ്പിടിച്ചതെന്ന് അയാൾ കണ്ടത് അപ്പോഴാണ്. അയാൾ അവളെ തള്ളി മാറ്റാൻ നോക്കി. കഴിഞ്ഞില്ല. റൂമിലെ കണ്ണാടിയിൽ അവളുടെ പ്രതിബിംബം കാണാനില്ല. അയാൾ ഒരു നടുക്കത്തോടെ അവളെ തള്ളി മാറ്റി. പെട്ടെന്ന് കറണ്ട് പോയി. അയാൾ പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. വാതിൽ തുറക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. പെട്ടെന്ന് കറണ്ട് വന്നു. അയാൾ കണ്ണ് തിരുമ്മി നോക്കി. അവിടെ ടീന നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും ചോര ഒലിച്ചിറങ്ങിയ പാട് കണ്ടു. കവിളിൽ വലിയ പല്ലുകൾ പുറത്തേക്കുന്തി. നിമിഷ നേരം കൊണ്ട് അവളുടെ രൂപം ചെറുതായി വന്നു. അവിടെ 7 വയസ്സുള്ള നീല കണ്ണുകളുള്ള ഒരു കുട്ടിയുടെ മുഖം തെളിഞ്ഞു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. റോസ്. അറിയാതെ ഡിൻഡോയുടെ ഉള്ളിൽ ഒരു നടുക്കം വീണു. പേ പിടിച്ച നായയെപ്പോലെ അവളെ കശക്കി എറിഞ്ഞത് അയാൾക്ക് ഓർമ്മ വന്നു. പെട്ടെന്ന് അവളുടെ രൂപം മാറി. ഒരു കൂറ്റൻ ചിലന്തി അയാളുടെ ദേഹത്ത് പാഞ്ഞു കയറി. ഉറക്കെ നിലവിളിക്കാൻ വന്ന അയാളുടെ വായിലേക്ക് ചിലന്തി തന്റെ കാലുകൾ ആഴ്ത്തിയിറക്കി. അപ്പോൾ ആശുപത്രിയിൽ റോസിന്റെ തണുത്തു വിറച്ച ദേഹത്തേക്ക് തുണി വലിച്ചിടുകയായിരുന്നു ഡോക്ടർ. അവരുടെ കണ്ണീരാൽ അവളുടെ മുഖം നനഞ്ഞു. ആകാശത്ത് മാലാഖമാർ അവളുടെ ആത്മാവിനെ സ്വീകരിക്കാൻ കാത്തുനിന്നു. പക്ഷെ ആത്മാവ് വന്നില്ല. അവളുടെ നിയോഗം അവസാനിച്ചിട്ടില്ല. നമുക്കിനിയും കാത്തിരിക്കേണ്ടി വരും. മാലാഖമാർ പരസ്പരം പറഞ്ഞു. കാരുണ്യവാനായ ദൈവം പ്രതികാരത്തിന് അവൾക്ക് അവസരം നൽകട്ടെ. ആകാശലോകത്ത് നിന്നും കൂട്ട ആമേൻ വിളികൾ മുഴങ്ങി. ആശുപത്രിയിൽ സമതിന്റെ കൂടെ നിൽക്കുകയായിരുന്നു നെൽസൺ. ആശുപത്രിയിൽ വരുന്ന ഓരോ സന്ദർശകരെയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അയാൾ. സമതിനിപ്പോൾ നല്ല പുരോഗതിയുണ്ട്. ഏകദേശം നടക്കാറായിട്ടുണ്ട്. 2 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ നെൽസൺ ആളൊഴിഞ്ഞൊരു മൂലയ്ക്ക് പോയി അറ്റൻഡ് ചെയ്തു. അരുണാണ്. നെൽസൺ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല അരുൺ, കുഴപ്പമില്ല. എന്നാൽ ഇന്ന് രാത്രി നീ ജബ്ബാറിനെയും കൂട്ടി ഇവിടെ വരണം. ഇന്ന് രാത്രി നമുക്ക് ഫ്രാങ്കോയെ പൊക്കാം. അവൻ്റെ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മൊബൈൽ കട്ട് ചെയ്ത ഉടനെ അരുണിനൊരു കോൾ വന്നു. ജോസിൻ്റെ ഫോണായിരുന്നു അത്. ജോസ് പറഞ്ഞ വിവരം കേട്ട് അരുൺ ഞെട്ടിത്തെറിച്ചു. ഫ്രെഡി രക്ഷപ്പെട്ടിരിക്കുന്നു. ഫ്രെഡി രക്ഷപ്പെട്ടു എന്നതിലേറെ അത്രയും രഹസ്യമായ സങ്കേതം ഫ്രാങ്കോ എങ്ങനെ കണ്ടെത്തിയെന്നതാണ് അരുണിനെ ഞെട്ടിച്ചത്. ഒന്നുകിൽ കൂട്ടത്തിലുള്ള ഒരാൾ ഒറ്റിയിരിക്കണം, അല്ലെങ്കിൽ ആരോ തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായി ആരോ മനസ്സിലാക്കുന്നുണ്ട്. അരുൺ വേഗം ജബ്ബാറിനെ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ്. അരുൺ വേഗം ജീപ്പ് എടുത്ത് ജോസിന്റെ അടുത്തേക്ക് പോയി. അരുണിന്റെ ജീപ്പ് കടന്നു പോയപ്പോൾ ഒരാൾ റോഡ് സൈഡിലെ നിർത്തിയിട്ട വാനിലേക്ക് കയറി. കുറെ അകലമിട്ട് വാൻ പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരം 7 മണിക്ക് ഷോപ്പിങ്ങിന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആതിര. അവൾ അരുൺ അയച്ച മെസ്സേജ് വായിച്ചുകൊണ്ട് മെല്ലെ നടന്നു. കുറച്ചു മാറി പുതിയ ഡ്യൂക്ക് ബൈക്കുമായി ജോ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവസാനമായി ഫ്രാങ്കോ അയച്ച മെസ്സേജ് വായിക്കുകയായിരുന്നു അവൻ. 10 ലക്ഷം രൂപ. ആതിരയെ അവൻ പറയുന്നിടത്ത് എത്തിച്ചാൽ തനിക്ക് കിട്ടുന്ന തുക. അവന്റെ ചുണ്ടിലറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓഫർ. ആതിരയേക്കാൾ എത്രയോ ഭംഗിയുള്ള കുട്ടികളെ താൻ ഫ്രാങ്കോക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ഇത്രയും വലിയൊരു തുക ലഭിച്ചിട്ടില്ല. ആതിര മെല്ലെ വന്ന് ജോയുടെ ബൈക്കിന് പിറകെ കയറി. ഒരു വല്ലാത്ത ഇരമ്പലോടെ ജോ ബൈക്ക് മുന്നോട്ടെടുത്തു. ബൈക്ക് നേരെ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് തിരിഞ്ഞു. ജോ, എന്താ ഇവിടെ? കുറച്ച് കാറ്റുകൊള്ളാൻ. വേണ്ട ജോ, എനിക്ക് തിരക്കുണ്ട്. ജോ മെല്ലെ സൈഡ് ചേർത്ത് വണ്ടി നിർത്തി. ആതിര വണ്ടിയിൽ നിന്നിറങ്ങി അവന്റെ മുഖത്തേക്ക് നോക്കി. കഴിവിന്റെ പരമാവധി പ്രണയം കണ്ണുകളിൽ നിറച്ചവൻ അവളെ നോക്കി. നമുക്കൊരു മിഡ് നൈറ്റ് റൈഡ് പോയാലോ ഡിയർ? അവൾ നിഷേധ രൂപേണ തലയാട്ടി. പ്ലീസ് ഡാ. 100 കണക്കിന് പെൺകുട്ടികൾ കാത്തിരിക്കുന്ന ഒരു അവസരമാണ് ആതിരയെ തേടി വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടെങ്കിലോ ജോ? അവന്റെ മുഖം വാടി. എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ? നമ്മൾ പരിചയപ്പെട്ടിട്ട് വർഷം 1 ആയില്ലേ? ഇതുവരെയായി ഞാൻ ആതിരയെ മോശമായി ബിഹേവ് ചെയ്തിട്ടുണ്ടോ? അതെനിക്ക് ജോയുടെ കൂടെ അർദ്ധരാത്രി ആടിപ്പാടാനുള്ള ലൈസൻസ് ആണോ ജോ? വളരെ ശാന്തമായിട്ടായിരുന്നു അവളുടെ ചോദ്യം. ജോയ്ക്ക് ഒരു നിമിഷം ഉത്തരം മുട്ടി. എന്നാ കാണാൻ ജോ. കൈകൾ വീശി അവൾ നടന്നകലുന്നത് പക നിറഞ്ഞ കണ്ണുകളോടെ ജോ നോക്കി നിന്നു. പർച്ചേസെല്ലാം കഴിഞ്ഞ് ആതിര ഹോസ്റ്റലിലേക്ക് തിരിക്കുമ്പോൾ സമയം 9 മണി. ഓട്ടോ പിടിച്ചവൾ ഹോസ്റ്റലിന്റെ മുന്നിലിറങ്ങുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിലേക്ക് കുറച്ച് നടക്കണം. ഗേറ്റിന് മുമ്പിൽ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. കാർ കടന്നു പോകാൻ നേരം അതിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. ആതിരമില്ലേ പിറകിലേക്ക് നീങ്ങി. അവൾ എന്തിലോ ചെന്ന് മുട്ടി. അത് ജോയായിരുന്നു. അയാൾ അവളുടെ പിന്നിലൂടെ വായു പൊത്തിപ്പിടിച്ചു. ആതിര കുതറിയോടി. തിരിച്ച് മെയിൻ റോഡായിരുന്നു അവളുടെ ലക്ഷ്യം. പക്ഷെ അവിടെ 4 പേർ അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. 10 ലക്ഷത്തിന്റെ പങ്കുപറ്റാൻ വന്നവർ. 2 ഭാഗത്തും മതിൽ. മുൻപിൽ 4 പേർ, പിറകിൽ 4.
പിന്നാലെ 4 പേരിൽ ഏറ്റവും ഉയരമുള്ള ആൾ ജോ ആണെന്ന് അവളൊരു നടുക്കത്തോടെ മനസ്സിലാക്കി. അവളൊരു മൊബൈലെടുത്ത് വേഗം ഏതോ നമ്പർ ഡയൽ ചെയ്തു. എല്ലാവരും അവളുടെ തൊട്ടടുത്തെത്തിയിരുന്നു. അലറിക്കരഞ്ഞാൽ കാര്യമുണ്ടോ എന്നാണ് അവൾ ആദ്യം ചിന്തിച്ചത്. പെണ്ണ് ദുർബലയായാൽ പിന്നെ എതിരാളികൾക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാവും. അവൾ മെല്ലെ ബാഗ് തപ്പി നോക്കി. പെപ്പർ സ്പ്രേ ഭദ്രമായി ഇരിപ്പുണ്ട്. പക്ഷെ 8 പേരെ നേരിടാൻ അത് പോരാ. ആദ്യം വന്ന ആളുടെ മുഖത്തേക്ക് അവൾ അത് നീട്ടിയടിച്ചു. പക്ഷെ അപ്പോഴേക്കും ജോ പിറകിലൂടെ വന്ന് അത് തട്ടിത്തെറിപ്പിച്ചു. പിന്നെ അവളുടെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു. അവളുടെ തല കറങ്ങി അവൾ മതിലിലേക്ക് വീണു. പെട്ടെന്നൊരാൾ മതിലിന്റെ മുകളിലൂടെ അവൾക്ക് അടുത്തേക്ക് ചാടി. മുന്നോട്ട് വന്ന ജോയി അയാൾ വളരെ നിസ്സാരമായി കഴുത്തിന് കുത്തിപ്പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തി. ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞു. പെട്ടെന്ന് കറണ്ടും വന്നു. എങ്ങും വെളിച്ചം പരന്നു. അത് ജബ്ബാറായിരുന്നു. മറ്റൊരാൾ മതിലിന്റെ മുകളിൽ കൈകൾ വിരിച്ച് പരുന്തിനെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നെൽസനായിരുന്നു, ഇരുമ്പൻ നെൽസൺ. അയാൾ പറന്നിറങ്ങിയത് 2 പേരെയും മറിച്ചിട്ടായിരുന്നു. അയാൾ ജബ്ബാറിന് നേരെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. ജബ്ബാറിന്റെ 2 കൈയിലും നല്ല ഇടിക്കട്ട പ്രത്യക്ഷപ്പെട്ടു. മിനിറ്റുകൾക്കകം 8 പേരും നിലത്ത് ചോരയൊലിപ്പിച്ചു കിടന്നു. ജബ്ബാർ തലതിരിച്ച് നെൽസനെ നോക്കി. പക അടങ്ങാതെ അയാൾ ജോയിയുടെ മുഖത്ത് വീണ്ടും വീണ്ടും പഞ്ച് ചെയ്തു. അവർ വന്ന വണ്ടിയിൽ തന്നെ അവരെ കയറ്റി അവർ യാത്ര തിരിച്ചു. ആതിരയെ അപ്പോഴേക്കും കൂട്ടുകാരികൾ വന്ന് കൊണ്ടുപോയി. നെൽസൺ അരുണിന് ഫോൺ ചെയ്തു. നമ്മുടെ റോക്ക് ബാങ്കറിലേക്ക് വാ, 8 പേരുണ്ട്. റോക്ക് ബാങ്കർ. നെൽസൺ ഒന്ന് പുഞ്ചിരിച്ചു. കൊടും കുറ്റവാളികൾക്കായി നെൽസൺ ഒരുക്കിയ തടവറ. അവരുടെ വിധി നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പ് അവരെ കൊല്ലാക്കൊല ചെയ്യാൻ അവനൊരുക്കിയ സങ്കേതം. പെട്ടെന്ന് ജോയുടെ മൊബൈൽ റിംഗ് ചെയ്തു. കയ്യെത്തിച്ച് നെൽസൺ അതെടുത്തു. ഫ്രാങ്കോ കോളിംഗ്. ജോ, എന്തായി? അപ്പുറത്തു നിന്നും ആർത്തി പിടിച്ച ഫ്രാങ്കോയുടെ സ്വരം നെൽസൺ കേട്ടു. അയാൾ മെല്ലെ ചിരിച്ചു. ആരാ നീ? അപ്പുറത്തു നിന്നും പാമ്പ് ചീറ്റുന്ന പോലെ ഫ്രാങ്കോ ചോദിച്ചു. കർത്താവ് നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ച സാത്താൻ. പ്രേമിച്ച പെണ്ണിന്റെ മാനത്തിന് പകരം ചോദിക്കാൻ കാത്തിരിക്കുന്ന ഒരു പാവൻ നെൽസൺ, ഇരുമ്പൻ നെൽസൺ. അപ്പുറത്തു നിന്നും ഫ്രാങ്കോയുടെ സ്വരം കേട്ടു. അപ്പോ നീ എന്നെ മറന്നിട്ടില്ല? ഇല്ല, ഞാൻ കാത്തിരിക്കുകയാണ് ഫ്രാങ്കോ. 5 വർഷം നീണ്ട കാത്തിരിപ്പ്. എൻ്റെ പെണ്ണിന് ഞാൻ കൊടുത്ത വാക്കാണ്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഫ്രാങ്കോ. അപ്പുറത്തു നിന്നും ഫ്രാങ്കോ ചിരിച്ചു. 5 വർഷം മുമ്പ് നെൽസനെ അടിച്ചു വീഴ്ത്തി ട്രീസയെ കൊണ്ടുപോയപ്പോൾ ചിരിച്ച അതേ ചിരി, കൊലച്ചിരി. പിറ്റേന്ന് രാവിലെ അരുണും ജോസും റോക്ക് ബാങ്കറിലെത്തുമ്പോൾ ജബ്ബാറും നെൽസണും അവിടെ കാത്തിരിക്കുകയാണ്. അരുൺ മെല്ലെ നെൽസനെ കെട്ടിപ്പിടിച്ചു. 2 പേരുടെയും മിഴികൾ നനഞ്ഞിരുന്നു. എന്തെങ്കിലും വിവരം? പറയാം അരുൺ. നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ജോ വെറും ഡെമ്മിയാണ്. ഫ്രാങ്കോയെ പോലുള്ള 100 കണക്കിന് അസുരന്മാർക്ക് ഇരകളെ എത്തിച്ചു കൊടുക്കുന്ന ന്യൂ ജനറേഷൻ പിമ്പുകൾ. ഇവർ ഇരകളെ ഉപയോഗിക്കാറില്ല. പരമാവധി വിശ്വാസം നേടിയെടുത്ത ശേഷം അവരെ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുത്ത് ക്യാഷ് വാങ്ങി അടുത്ത ഇരകളെ തിരയുന്നു. അരുൺ മെല്ലെ എഴുന്നേറ്റു. ഇന്നലെ ജബ്ബാറും നെൽസണും എത്തിയില്ല എങ്കിൽ ആതിരമോൾ. പല്ലിറുമിക്കൊണ്ട് അയാൾ അടച്ചിട്ട വാതിൽ തള്ളി തുറന്നു. ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്ന ജോ പെട്ടെന്ന് എഴുന്നേറ്റു. ഒറ്റ ഇടിയായിരുന്നു അരുൺ. തലയടിച്ച് ജോ നിലത്തേക്ക് വീണു. ആ ഒരൊറ്റ ഇടിയിൽ തന്നെ ജോയുടെ ബോധം പോയി. അരുൺ രോഷം തീരാതെ ചുറ്റും നോക്കി. ബാക്കി 7 പേരും അടിയേറ്റ് കരിവാളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ആ കള്ള ഹംകിനെ കൊല്ലാതെ വിട്ടത് സാറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ. പിറകിൽ നിന്നും ജബ്ബാറിന്റെ മുരളിച്ച പോലെയുള്ള സ്വരം കേട്ട് അരുൺ തിരിഞ്ഞു. കൈകൾ കൂട്ടിത്തിരുമ്മി ജബ്ബാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാം കഞ്ചാവാണ് സാറേ. ഫ്രാങ്കോയുടെ ലഹരി മാഫിയയിലെ കണ്ണികൾ. ഇതുപോലെ കൊല്ലാനും ചാവാനും തയ്യാറായി നടക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട് കേരളത്തിൽ മാത്രം. അവന് അരുണിന് കണ്ണുകളിടുങ്ങി. ശരിയാണ് അരുൺ. നെൽസൺ മെല്ലെ അരുണിന്റെ അടുത്തേക്ക് വന്നു. നമ്മൾ വിചാരിച്ച പോലല്ല. ഇതിൽ ഒരുപാട് VIP-കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചെയ്താൽ കാര്യമുണ്ടാവുമോ? ഇല്ല, ചിലപ്പോൾ നമുക്ക് സസ്പെൻഷൻ കിട്ടാനും മതി. അരുണിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അറിഞ്ഞിടത്തോളം ഫ്രാങ്കോ ആണ് ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നത്. ഡാർക്ക് സൈറ്റുകൾ വഴിയാണ് ലൈംഗിക മയക്കുമരുന്ന് വ്യാപാരങ്ങൾ. കൂടെയുള്ള മറ്റു 3 പേർ മറിഞ്ഞിരുന്ന് ഫ്രാങ്കോയെ സഹായിക്കുന്നു. ഫ്രാങ്കോയ്ക്ക് 100-ലധികം ഫോണുകളും സിം കാർഡുകളും ഉണ്ട്. ലാപ്പിലെന്തോ സെർച്ച് ചെയ്യുകയായിരുന്ന മനു പറഞ്ഞു. അരുൺ അപ്പോഴാണ് അവനെ കണ്ടത്. പോലീസ് ആശ്രയിക്കുന്ന ഫ്രീലാൻസ് ഹാക്കറാണ് മനു. റിയൽ പ്രൊഫഷണൽ ഹാക്കർ. 13-ാമത്തെ വയസ്സിൽ ആദ്യത്തെ ക്യാഷ് അവാർഡ് വാങ്ങിയത് ഗൂഗിളിൽ നിന്നും. അതും അവരുടെ സാങ്കേതിക വിദ്യയിലെ സങ്കീർണമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയതിന്. ഞാൻ ട്രേസ് ചെയ്ത നമ്പർ തന്നെ 100 എണ്ണം ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ലൊക്കേഷൻ അവൈലബിൾ അല്ല. ഇപ്പോൾ കൊച്ചിയാണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് ചെന്നൈ, പിന്നെ ബോംബെ, അങ്ങനെ. അതെന്താണ് മനു? അറിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരം സാങ്കേതിക വിദ്യകൾ അറിയുന്ന ആരോ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരിയാവാം. പിന്നെ മാരിയും സക്കീറും ടിൻഡോയും ഈ കാര്യത്തിൽ നല്ല കഴിവുള്ളവരാണ്. 3 പേരും സോഫ്റ്റ്വെയർ വിദഗ്ധരാണ്. ആരാണവർ? മനു ചോദിച്ചു. ഫ്രാങ്കോയുടെ കൂട്ടാളികൾ. പെട്ടെന്ന് മനുവിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. അയാൾ ആശങ്കയോടെ അരുണിനെ നോക്കി. എന്താ മനു? സാർ, നിങ്ങളുടെ ആരുടെയോ ഫോൺ ഫ്രാങ്കോയുടെ ഒരു ഫോണുമായി കണക്റ്റഡ് ആണ്. കഴിഞ്ഞ കുറേ മിനിറ്റുകളായി വോയിസ് കോൾ ചെയ്യുന്നുണ്ട് 2 നമ്പറുകൾ. അതിൽ ഫ്രാങ്കോയുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അരുണിന്റെ മിഴികൾ ഒന്ന് വെട്ടി. ഒരു ചാരനെ അയാൾക്ക് മണത്തു. ഇടം കണ്ടുകൊണ്ട് അയാൾ ചുറ്റും നോക്കി. ജോസിന്റെ മുഖത്തെ ഒരു ചെറിയ പരുങ്ങൽ മറക്കാൻ ശ്രമിച്ചിട്ടും പുറത്തു വരുന്നത് അരുൺ കണ്ടു.
കൈ വീശി ഒരൊറ്റയടി. ജോസിന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. കൂടെ നിന്ന് ചതിക്കുന്നോടോ നായ. ജോസ് ഒന്നും മിണ്ടിയില്ല. പിടിക്കപ്പെട്ടു എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. നെൽസൺ വേഗം ജോസിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഫോൺ തപ്പിയെടുത്തു. അതിൽ 33 മിനിറ്റ് വോയിസ് കോൾ എന്ന് കാണിച്ചു. അപ്പുറത്ത് ഫോൺ കട്ടായിരിക്കണം, പക്ഷെ നമ്പർ കാണിക്കുന്നില്ല. നോ നമ്പർ. ഉണ്ടാവില്ല, മനു പറഞ്ഞു. അവന്റെ ഒറ്റ നമ്പറും ഒരു ഡിസ്പ്ലേയിലും കാണില്ല. പക്ഷെ അവനേക്കാൾ സമർത്ഥനായ മറ്റൊരാൾക്ക് അത് കാണാൻ കഴിയും. ഏതാണ് ആ നമ്പർ? 75580103 ജോസുമല്ലേ കഴുത്തിൽ കിടന്ന കുരിശുമാലയിൽ കുരിശ് കടിച്ചു പൊട്ടിച്ചത് ഇതിനിടെ ജബ്ബാർ കണ്ടു. ഒന്ന് തടയുന്നതിന് മുമ്പേ വെട്ടേറ്റ വാഴ പോലെ അയാൾ മറിഞ്ഞു വീണു. നെൽസൺ ജോസിനെ പരിശോധിച്ചു. അരുൺ ഈസ് നോ മോർ. സൈനൈഡ്. അരുണിന്റെ കണ്ണുകളൊന്ന് വെട്ടി. അയാൾ വേഗം ജോസിന്റെ മൊബൈൽ വാങ്ങി ചെക്ക് ചെയ്തു. ഒരൊറ്റ നമ്പറോ ഒരു മെസ്സേജോ അതിലില്ല. ഇങ്ങോട്ടും ഒരൊറ്റ കോള് വന്നിട്ടില്ല. അങ്ങോട്ട് മാത്രം കോൾ പോയിട്ടുള്ളൂ. പെട്ടെന്ന് കയ്യിലിരുന്ന ഫോണിന്റെ ചൂട് കൂടിയ പോലെ അരുണിന് തോന്നി. അരുൺ വേഗം അത് ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. വലിയ ശബ്ദത്തോടെ മൊബൈൽ പൊട്ടിത്തെറിച്ചു. അതിന്റെ പ്രകമ്പനത്തിൽ ജനൽ ചില്ലുകൾ വരെ പൊട്ടിപ്പോയി. ചുമരിന് വിള്ളൽ വീണു. 4-5 മീറ്റർ പരിധിയിലുള്ള കുറ്റിച്ചെടികൾ കരിഞ്ഞു. പടച്ചോ കാത്തു, ജബ്ബാർ ആരോടുന്നില്ലാതെ പറഞ്ഞു. നെൽസണും അരുണും പരസ്പരം നോക്കി. മനു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് സമനില വീണ്ടെടുത്തു. സൈലന്റ് നമ്പർ ബോംബ്. വാട്ട്? മൊബൈലിനകത്ത് സെറ്റ് ചെയ്ത ബോംബ് ഒരു പ്രത്യേക നമ്പർ ഡയൽ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും. അതിന് ഒരു കോളൊന്നും വന്നില്ലല്ലോ. വന്നു, പക്ഷെ നമ്മൾ അറിയില്ല. ഫ്രാങ്കോയുടെ ആദ്യത്തെ കോൾ വന്നപ്പോൾ ജോസിന്റെ ഫോൺ പൊട്ടിത്തെറിച്ചു. അതിന്റെ അർത്ഥം ജോസിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അയാളെ ഫിനിഷ് ചെയ്യണമെന്ന് ഫ്രാങ്കോ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ഒരുപക്ഷെ നമ്മളെയും. ഇല്ല അരുൺ, നമ്മളെ വേണമെങ്കിൽ അവൻ എപ്പോഴേ കൊല്ലാമായിരുന്നു. ഒരൊറ്റ വെടി. അത്രയല്ലേ നമ്മുടെ ജീവന് വിലയുള്ളൂ. പിന്നെ? നെൽസൺ ചോദ്യരൂപേണ മനുവിനെ നോക്കി. ഇവൻ ഈ ഗെയിം ആസ്വദിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി അവനൊരു എതിരാളിയെ അയച്ചുവിട്ടിരിക്കുന്നു. എന്തിന്? ഒരുതരം മാനസിക രോഗം. അവന് വേണമെങ്കിൽ നിസ്സാരമായി നമ്മളെ ഫിനിഷ് ചെയ്യാമെന്ന് അവൻ കാണിച്ചു തന്നു. ഒരു ടോം ആൻഡ് ജെറി ഗെയിം കളിക്കുകയാണ് അവൻ. അരുണും നെൽസണും ഒന്നും മിണ്ടിയില്ല. ജബ്ബാർ ഒന്നും മിണ്ടാതെ അരയിൽ നിന്നും ചുരുട്ടെടുത്ത് തീ കൊളുത്തി. ജനൽ വഴി അയാൾ ആ പുക പുറത്തേക്ക് ഊതിവിട്ടു. ഫ്രാങ്കോ, സക്കീർ, മാരി, ഫ്രെഡി, പിന്നെ ഡിൻഡോയും. 5 പേർ. സാത്താന്റെ സന്തതികൾ. ലഹരി പതഞ്ഞൊഴുകുന്ന തെരുവുകളിൽ സിരകളിൽ ലഹരിയും കരളിൽ കാമവും മനസ്സിൽ കൊടും പകയുമായി നടക്കുന്ന 5 പേർ. മനു ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. മനസ്സ് വായിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന അവരുടെ നേതാവ് ഫ്രാങ്കോ. ചെകുത്താനെ ആരാധിക്കുന്നവൻ. ഇളം കന്യകയുടെ അരക്കെട്ടിലെ ചോര കൊണ്ട് ഇരുട്ടിന്റെ ആത്മാക്കളെ പ്രീതിപ്പെടുത്തുന്നവൻ. മനുവിന്റെ സ്വരം മുറുകി. അരുണും നെൽസണും ജബ്ബാറും അമ്പരപ്പോടെ മനുവിനെ നോക്കി. അതിൽ ഒരാൾ മിസ്സിംഗ് ആണ്. ഡിൻഡോ. പറ, അവനെ നിങ്ങൾ എന്ത് ചെയ്തു? മനുവിന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തിരുന്നു. ഒരു മനോരോഗിയെപ്പോലെ അവൻ അരുണിനെ നോക്കി. അവന്റെ പാന്റിന്റെ പിറകിൽ നിന്നും ഒരു തോക്ക് പുറത്തെടുത്തു. അത് ഫ്രെഡിയുടെ തോക്കാണെന്ന് അരുണിന് തോന്നി. മനു! നെൽസൺ വിശ്വാസം വരാതെ വിളിച്ചു. എന്താ നെൽസ, പേടിച്ചു പോയോ? നെൽസൺ ഒന്നും മിണ്ടിയില്ല. അയാൾ അരുണിനെ നോക്കി. അരുൺ മനുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. മനു, നിനക്ക് എന്ത് പറ്റി? എന്ത് പറ്റാൻ? അയാൾ കൊടും പകയോടെ അരുണിനെ നോക്കി. പറ, ഡിൻഡോ എവിടെ? അറിയില്ല. നിനക്ക് ഡിൻഡോയെ എങ്ങനെ അറിയാം? മനു ഒന്ന് ചിരിച്ചു, ക്രൂരമായി. ഞങ്ങൾ എത്ര കാലമായി സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിക്കുന്നു. ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങൾ കന്യകമാരെ സ്വർഗത്തിലേക്ക് അയക്കുന്നു. കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഞങ്ങളെ വേട്ടയാടാൻ വരുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അരുണിന്റെ കൈ മെല്ലെ റിവോൾവറിൽ അമർന്നു. ആദ്യ വെടിപൊട്ടി. തൊട്ടില്ല എന്ന മട്ടിൽ വെടിയുണ്ട അരുണിനെ കടന്നുപോയി. അറിയാതെ മൂവരും കൈകൾ ഉയർത്തി. നിങ്ങൾ ഡിൻഡോയെ കൊന്നു. അപ്പോൾ നിങ്ങളുടെ വിധി ഞാൻ നടപ്പാക്കുന്നു. ഇല്ല മനു, ഡിൻഡോയെ ഞങ്ങൾ കണ്ടിട്ടില്ല. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ ഇടുങ്ങി. ഫോണെടുത്ത് അയാൾ ആർക്കോ ഡയൽ ചെയ്തു. ബോസ്, ഡിൻഡോയെ ഇവർ കണ്ടിട്ടില്ല. മൊബൈൽ കട്ട് ചെയ്ത് അയാൾ അരുണിനെ നോക്കി. നിങ്ങളെ കാണാൻ മരണത്തിന്റെ മാലാക വരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. മനു പോക്കറ്റിൽ നിന്നും ഒരു സ്റ്റാമ്പ് എടുത്ത് നാവിനടിയിൽ ഒട്ടിച്ചു. LSD സ്റ്റാമ്പ്. പിന്നെ മയക്കം മൂടിയ കണ്ണുകൾ വിടർത്തി അരുണിനെ നോക്കി. ചാവാൻ റെഡി ആയിക്കോ, അവര് വരുന്നുണ്ട്. വെറും 10 മിനിറ്റ്. മരണത്തിന്റെ കുളമ്പടി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനു ക്രൂരമായ ഒരു ആനന്ദത്തോടെ ചിരിച്ചു. ജബ്ബാറും നെൽസണും അരുണും പരസ്പരം നോക്കി പകച്ചു നിന്നു. മനുവിന്റെ മുഖത്ത് അവന് ചേരാത്ത ക്രൂരത നിറഞ്ഞു നിൽക്കുന്നത് അരുൺ കണ്ടു. നാവിനടിയിലെ ലഹരിയാണ് അവനെ നിയന്ത്രിക്കുന്നതെന്ന് അവന് മനസ്സിലായി. മനു! കഴിയുന്നത്ര സ്വരത്തിൽ ശാന്തത നിറച്ച അരുൺ അവനെ വിളിച്ചു. അവൻ അരുണിനെ ഒന്ന് ചെരിഞ്ഞു നോക്കി. പിന്നെ റിവോൾവർ അലക്ഷ്യമായി അരുണിന്റെ നേരെ ചൂണ്ടി. ഒറ്റ വെടി. അരുണിന്റെ ചെവിക്കടുത്തുകൂടി ബുള്ളറ്റ് ചുമരിൽ ചെന്ന് തറച്ചു. അരുണും നെൽസണും ജബ്ബാറും പരിഭ്രാന്തരായി അവനെ നോക്കി. തെറ്റിച്ചതാ, ചുമ്മാ. മനു അരുണിന്റെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ചിരിച്ചു. ബോസ് വരുന്നുണ്ട്. നിങ്ങളെ കൊല്ലരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെയോ? നെൽസൺ ചുണ്ടുകൾ കൂട്ടി. അവന്റെ മുഖത്തെ പുച്ഛം കണ്ട് മനുവിന് കലി കയറി. അവൻ വീണ്ടും കാഞ്ചി വലിച്ചു. ഇത്തവണ ബുള്ളറ്റ് ജനൽപ്പാളികൾക്കുള്ളിലൂടെ പുറത്തേക്ക് പറന്നു. നിന്റെ ബോസ് എന്താടാ, ഞങ്ങളെ മൂക്കിൽ കയറ്റുമോ? ജബ്ബാറിന്റെ ചോദ്യം കേട്ട് മനുവിനെ തല വരുത്തു. 2 വെടി.
തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ 2 ബുള്ളറ്റും ജബ്ബാറിനെ കടന്നുപോയി. നിനക്ക് തീരെ ഉന്നമില്ല. അരുൺ അവനെ കളിയാക്കി. നിന്റെ നെറ്റി തുളയുന്നത് കാണണോ? മനു അരുണിന്റെ നേരെ തോക്കു ചൂണ്ടി ആക്രോശിച്ചു. കഴിയില്ല മനു, നീ ഒരു പയ്യനാണ്, കൈവഴക്കമില്ലാത്ത വെറും പയ്യൻ. മനുവിന്റെ കണ്ണുകൾ ചുവന്നു. അരുണിന്റെ ചിന്ത മറ്റൊന്നായിരുന്നു. ഫുൾ ലോഡ് റിവോൾവറിൽ 6 ബുള്ളറ്റേയുള്ളൂ. ഇപ്പം 4 തീർന്നു. ഇനി 2 ബുള്ളറ്റ്. അറിയാതെ ആ ബുള്ളറ്റ് കൂടെ തീർന്നാൽ പിന്നെ. അരുണിന്റെ പോലീസ് ബുദ്ധി ഉണർന്നു കഴിഞ്ഞിരുന്നു. നീ അത്ര ഷാർപ്പ് ഷൂട്ടറാണെങ്കിൽ ആ ബോട്ടിലിൽ ഷൂട്ട് ചെയ്യ്. മൂലയിൽ കിടക്കുന്ന ചെറിയ വെള്ളക്കുപ്പി കാണിച്ച് അരുൺ അവനെ വെല്ലുവിളിച്ചു. നീ ആണാണെങ്കിൽ കൊള്ളിക്കേ. മനു ഉന്നം പിടിച്ച് ട്രിഗർ അമർത്തി. വെള്ളക്കുപ്പി ചിന്നിച്ചിതറി. ലക്കി. അരുൺ അവജ്ഞയോടുകൂടെ മനുവിനെ നോക്കി. അതോടെ മനുവിന് വാശി കയറി. എടാ പന്ന പോലീസുകാരെ, ഇത് നോക്ക്. മനു ഉന്നം പിടിച്ച് ജനൽ വഴി പുറത്തെ മാവിലെ ചെറിയ കണ്ണിമാങ്ങയിലേക്ക് ഒരൊറ്റ വെടി. കൃത്യം ഞെട്ടറ്റ് മാങ്ങ താഴെ വീണു. ബുള്ളറ്റ് നമ്പർ 6. അരുൺ മനസ്സിൽ പറഞ്ഞു. വെരി ഗുഡ്, യു ആർ ദ ബെസ്റ്റ്. കൈയടിച്ചുകൊണ്ട് അരുൺ മുന്നോട്ട് നടന്നു. വരരുത്. മനു തോക്ക് അരുണിന് നേരെ ചൂണ്ടി. ചിരിച്ചുകൊണ്ട് അരുൺ പിന്നെയും മുന്നോട്ട് ചെന്നു. മനു പെട്ടെന്ന് ട്രിഗർ അമർത്തി. സിലിണ്ടർ ഒന്ന് കറങ്ങി. ബുള്ളറ്റ് തീർന്നല്ലോ കൂട്ട. അരുൺ ചിരിച്ചു. യു. മനു റിവോൾവർ കൊണ്ട് അരുണിന്റെ തലക്കടിച്ചു. അരുൺ നിസ്സാരമായി അവന്റെ കൈ തട്ടിക്കളഞ്ഞു. ഒരൊറ്റ കിക്ക്. മനു ശ്വാസം വിലങ്ങി നിലത്ത് വീണു. പാവം, അരുൺ മനസ്സിൽ പറഞ്ഞു. മനു കൈകുത്തി എഴുന്നേറ്റു. പെട്ടെന്ന് പുറത്തു നിന്നും വെടിവെച്ച് കേട്ടു. മനുവിന്റെ നെറ്റിയിലൂടെ കടന്ന വെടിയുണ്ട ചുമരിൽ ചെന്ന് തറച്ചു. എല്ലാവരും പെട്ടെന്ന് നിലത്തേക്ക് പമ്മിക്കിടന്നു. റൂമിലേക്ക് ആദ്യം വന്നത് ഫ്രാങ്കോയായിരുന്നു. തൊട്ടു പിന്നാലെ 3 പേർ. ഫ്രെഡി, സക്കീർ, പിന്നെ മാരി. അരുൺ ഫ്രാങ്കോയെ തന്നെ നോക്കുകയായിരുന്നു. 6 അടി ഉയരം, ഉരുക്കുപോലെയുള്ള ശരീരം, കടഞ്ഞെടുത്ത കൈകാലുകൾ, കനത്ത കാലടികൾ വെച്ച് അയാൾ അരുണിന്റെ മുന്നിലെത്തി. നൈസ് ടു മീറ്റ് യു അരുൺ. കൈകൾ നീട്ടി അരുണിന്റെ കൈ പിടിച്ചു കുലുക്കി അയാൾ. അരുണിനെ ഇരുമ്പിൽ പിടിച്ച പോലെ തോന്നി. ഫ്രെഡി ജബ്ബാറിനെ പകയോടെ നോക്കി. ജബ്ബാറിന്റെ കൈ തീർത്ത മുറിവുകൾ ഉണങ്ങിയിരുന്നില്ല. പഴയ പോലെ വേഗത കിട്ടുന്നില്ല അയാൾക്ക് നടക്കാൻ. ജബ്ബാറിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഗുണം. ഏകദേശം ഫ്രാങ്കോയെ പോലെ തന്നെയാണ് സക്കീറും മാരിയും. മാരി പക്ഷേ കറുത്തിട്ടാണ്. കൂട്ടുപുരുകത്തിന്റെ ഇടയിലൂടെ ഒരു മുറിവുണങ്ങിയ പാട്. ഫ്രെഡി കൈ ഉയർത്തി ജബ്ബാറിന് നേരെ വീശി. കൈ തടുത്ത ജബ്ബാർ ഒറ്റയടിക്ക് ഫ്രെഡിയെ വീഴ്ത്തി. ഫ്രാങ്കോ കൈത്തോക്കെടുത്ത് ഫ്രെഡിയുടെ നേരെ ചൂണ്ടി. ഗുഡ് ബൈ ഫ്രെഡി, ഇത് ആണുങ്ങൾ തമ്മിലുള്ള കളിയാണ്. വെടിയേറ്റ ഫ്രെഡി ഒന്ന് പിടഞ്ഞ് നിശ്ചലമായി. ഫ്രാങ്കോ തോക്ക് നേരെ സക്കീറിന് കൊടുത്തു. സക്കീർ, ഞാനൊരു ഗെയിം കളിക്കുകയാണ്. ഇതിൽ ഞാൻ തോറ്റാൽ എന്നെ കൊന്നേക്കണം. സക്കീർ ഫ്രാങ്കോയെ നോക്കി. അയാൾ മൊബൈലെടുത്ത് മാരിയുടെ കയ്യിൽ കൊടുത്തു. മാരി, ഈ ഗെയിം നീ വീഡിയോ എടുക്കണം, ഒന്നുപോലും മിസ്സാവരുത്. അനുസരണയോടെ മാരി തലയാട്ടി. അരുൺ തെല്ല് അമ്പരക്കാതിരുന്നില്ല. ഫ്രാങ്കോക്ക് വേണമെങ്കിൽ തങ്ങളെ നിസ്സാരമായി തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? സി അരുൺ, ഇന്നേ വരെ ഒരു ഗെയിമിലും തോൽക്കാത്തവനാണ് ഈ ഫ്രാങ്കോ ബെഞ്ചമിൻ. ആദ്യമായി ഫ്രാങ്കോയെ തല്ലി തോൽപ്പിക്കാൻ നിനക്ക് ഞാനൊരു അവസരം തരാം. നിനക്ക് മാത്രമല്ല, നിങ്ങൾക്ക് 3 പേർക്കും. ബോക്സിംഗ് താരങ്ങളെ പോലെ ഇളകി കളിച്ചുകൊണ്ട് ഫ്രാങ്കോ അവരെ വെല്ലുവിളിച്ചു. ജബ്ബാറും നെൽസണും അരുണും ഫ്രാങ്കോയെ വട്ടമിട്ടു. ആദ്യം അടിച്ചത് നെൽസനായിരുന്നു. നെൽസന്റെ ഉരുക്കുമുഷ്ടി ഫ്രാങ്കോയുടെ താടിയിൽ തകർത്ത് കളയുമെന്ന് കരുതി അരുണിനെ ഞെട്ടിച്ച് ഫ്രാങ്കോ മുഷ്ടി പിടിച്ചെടുത്തു. പിന്നെ ഒന്ന് ശ്വാസം പിടിച്ച് ഒരൊറ്റ പഞ്ച്. ഒരു നിമിഷം കൊണ്ട് നെൽസന്റെ മൂക്കിലൂടെ രക്തം ചീറ്റി. പുറങ്കാൽ കൊണ്ട് തിരിഞ്ഞൊരു കിക്ക്. മുഖമടിച്ച നെൽസൺ താഴെ വീണു. ഇരുമ്പൻ നെൽസൺ, കമോൺ വാ വാ. ഉന്മാദത്തോടെ ഫ്രാങ്കോ വെല്ലുവിളിച്ചു. പിന്നെ ജബ്ബാറിന്റെ ഊഴമായിരുന്നു. ബ്ലേഡ് ജബ്ബാർ, പണ്ട് എൻ്റെ അപ്പയുടെ കൂട്ടിക്കൊടുപ്പുകാരൻ. ജബ്ബാറിന്റെ മുഖം വലിഞ്ഞു മുറുകി. ഫ്രാങ്കോ ഇടങ്കാൽ വായുവിൽ ഉയർത്തി വീശി. തലയ്ക്ക് നേരെ വന്ന കാൽ ജബ്ബാർ ബ്ലോക്ക് ചെയ്തു. കൈത്തണ്ട ഒടിഞ്ഞതുപോലെ ജബ്ബാറിന് തോന്നി. തറയിലൊന്നിരുന്ന് കാട്ടുപുലി ചാടും പോലെ ഫ്രാങ്കോ ഒന്ന് ഉയർന്നു ചാടി. കൈമുട്ടും കാൽമുട്ടും ചേർത്ത് ഒരൊറ്റ ഇടി. കഴുത്തൊടിഞ്ഞതുപോലെ ജബ്ബാർ താഴെ വീണു പിടഞ്ഞു. മാരി ആസ്വദിച്ച് വീഡിയോ പിടിക്കുകയാണ്. ഇടാ കിട്ടുന്നില്ലേ, എങ്ങനെയുണ്ട് എൻ്റെ കിക്ക്? കൈവിരൽ കൊണ്ട് സൂപ്പർ എന്ന് ഉയർത്തി കാട്ടി സക്കീർ. അരുൺ സാർ വാ. അരുൺ ഫ്രാങ്കോയെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. ഫ്രാങ്കോ കൈ ഉയർത്തി അരുണിന്റെ മുഖം ലക്ഷ്യമാക്കി ഒരു ഇടി. അരുൺ ഒരു മിന്നൽ പോലെ ഒഴിഞ്ഞു മാറി. ഓ, സാറ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യനാണെന്ന് ഞാൻ മറന്നു. ഫ്രാങ്കോ കമോൺ കമോൺ. മാരിയും സക്കീറും അവനെ പ്രോത്സാഹിപ്പിച്ചു. ഫ്രാങ്കോ ഇത്തവണ ഇടങ്കാലാണ് വീശിയത്. അരുൺ ഒഴിഞ്ഞു മാറിയെങ്കിലും ഒന്ന് പുറംതിരിഞ്ഞ ഫ്രാങ്കോ വീശിയ വലങ്കാൽ കൃത്യം അരുണിന്റെ മുഖത്ത് പതിച്ചു. ഒരു വലിയ കൂടം കൊണ്ട് അടിച്ചതുപോലെയാണ് അരുണിന് തോന്നിയത്. തൊട്ടു പിന്നാലെ ഒരു പഞ്ച്. അരുൺ കാൽ തെറ്റി പിറകിലേക്ക് മറഞ്ഞു. ഫ്രാങ്കോ ഒരു നർത്തകനെ പോലെ നൃത്തം ചവിട്ടി. അവന്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് അവർ കണ്ടു. 3 പേർക്കും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അത്രയും ശക്തമായിരുന്നു ഫ്രാങ്കോയുടെ ആക്രമണം. ഫ്രാങ്കോ ശരീരം തെല്ലു വളച്ച് മുഖം വക്രിച്ച് അരുണിനെ നോക്കി. ബാറ്റ്മാൻ സീരീസിലെ വില്ലൻ ജോക്കർ നോക്കുന്ന പോലെ അരുണിന് തോന്നി. മൈ നെയിം ഈസ് ഫ്രാങ്കോ. മൈ ഫാദർ വാസ് എ മൈസർ. ഐ ഹേറ്റ് ഹിം ആൻഡ് ഐ ആം എ പീഡോ. കടുത്ത പകയോടെ അയാൾ അരുണിനെ നോക്കി. നെൽസൺ കൈകുത്തി മെല്ലെ എഴുന്നേറ്റ് നിന്നിരുന്നു.
ജോക്കറിനെ പോലെ അടിവെച്ച് ഫ്രാങ്കോ അവൻ്റെ അടുത്തെത്തി. പിന്നെ കാലുയർത്തി ആഞ്ഞൊരു ചവിട്ട്. നെൽസൺ തെറിച്ചു വീണ് കിടക്കുന്ന ജബ്ബാറിന്റെ ദേഹത്തേക്ക് വീണു. വേദന സഹിക്കാനാവാതെ ജബ്ബാർ നിലവിളിച്ചു, കണ്ടില്ലേ അരുൺ, നിന്റെ സേന. ഫ്രാങ്കോയുടെ മുന്നിൽ എല്ലാവരും ശിശുക്കൾ മാത്രം. കാരണം ഫ്രാങ്കോ ആരാധിക്കുന്നത് ചെകുത്താനെയാണ്. ഓ മൈ ഡബിൾ, നിന്റെ ഈ അടിമയ്ക്ക് കരുത്ത് തരൂ. ഇനിയും ആയിരക്കണക്കിന് കന്യകമാരെ ഞാൻ നിനക്ക് സമർപ്പിക്കാം. അവരുടെ അരക്കെട്ടിലെ ചോര കൊണ്ട് ഞാൻ നിന്റെ ദാഹം തീർക്കാം. നിനക്ക് വേണ്ടി 3 പുരുഷരക്തം ഞാൻ നിനക്ക് സമർപ്പിക്കട്ടെ. പെട്ടെന്ന് സക്കീർ എഴുന്നേറ്റു. വീണ് കിടന്ന 3 പേരെയും അവൻ പേപ്പട്ടിയെ പോലെ തല്ലുന്നത് പോലെ തല്ലി. പിന്നെ മാരിയുടെ ഊഴമായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് 3 പേരും ജീവച്ഛവമായി മാറി. ഫ്രാങ്കോ വലിയൊരു കത്തി കയ്യിലെടുത്തു. 3 പേരുടെ കഴുത്തിറക്കാൻ ഇത് മതിയാവും. അയാൾ മെല്ലെ ജബ്ബാറിനെ നോക്കി. ജബ്ബാർ, ഞാൻ നിനക്ക് സന്തോഷ വാർത്ത പറഞ്ഞു തരട്ടെയോ? ജബ്ബാർ കൊടും പകയോടെ അവനെ നോക്കി. നിന്റെ പിന്നാലെ സമതനെയും ഞാൻ കൂടെ വിട്ടേക്കാം. ജബ്ബാറിന്റെ മിഴികൾ ഒരിറ്റ് കണ്ണീർ പിടഞ്ഞു. ഫ്രാങ്കോ നെൽസന്റെ അടുത്ത് വന്നു. നിനക്ക് പിന്നെ ആരുമില്ല, പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണില്ലേ നിന്റെ നാട്ടിൽ, അവളെ ഞാൻ കൂട്ടുവിടാം. അവസാനമായി അയാൾ അരുണിന്റെ അടുത്തെത്തി. നിന്റെ പെങ്ങൾ ആതിരയില്ലേ, അവളെ ഞാൻ നിനക്ക് കൂട്ടുവിടാം. അവൾ ചത്താൽ മാത്രം. ഫ്രാങ്കോയുടെ അർത്ഥം അരുണിന് മനസ്സിലായി. അവന്റെ മിഴികളിൽ തീ നിറഞ്ഞു. പക നിറഞ്ഞ മനസ്സുമായി അവൻ ചാടി എഴുന്നേറ്റു. പക്ഷെ ഒരൊറ്റ ഇടികൊണ്ട് ഫ്രാങ്കോ അവനെ വീഴ്ത്തിക്കളഞ്ഞു. അരുൺ, കഥകളിൽ മാത്രമാണ് നായകൻ ജയിക്കുന്നത്, ജീവിതത്തിൽ നേരെ മറിച്ചാണ്. ജയം എപ്പോഴും വില്ലന്മാർക്ക് തന്നെ. അവൻ കത്തിയുടെ മൂർച്ച പരിശോധിച്ചു തൃപ്തി വരുത്തി. നിങ്ങൾ തന്നെ പറ, ആദ്യം ഞാൻ ആരുടെ കഴുത്താണ് മുറിച്ചു മാറ്റേണ്ടത്? പെട്ടെന്ന് പറ. ജബ്ബാർ തലതിരിച്ച് അരുണിനെയും നെൽസനെയും നോക്കി. 3 ആളുകളുടെയും മിഴികൾ തമ്മിലുടഞ്ഞു. മിഴികളിൽ മരണഭയം നിറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും 3 പേർക്കും കഴിയുമായിരുന്നില്ല. മരണം ഫ്രാങ്കോയുടെ രൂപത്തിൽ അവരുടെ മുന്നിൽ നൃത്തമാടി. ശരിയാണ്, പലപ്പോഴും തിന്മയ്ക്ക് മുന്നിൽ നന്മ തോറ്റുപോവാറുണ്ട്. അരുൺ, ആരുണ്ടിനി നിങ്ങളെ രക്ഷിക്കാൻ? ഫ്രാങ്കോ അരുണിന്റെ നേരെ നടന്നു. കാഴ്ച കാണാൻ കഴിയാതെ ജബ്ബാർ കണ്ണുകൾ മുറുക്കി അടച്ചു. ഫ്രാങ്കോ വളരെ മനോഹരമായി നൃത്തം വെച്ചുകൊണ്ട് അരുണിന്റെ അടുത്തെത്തി. സക്കീറും മാരിയും അത് ആസ്വദിച്ചുകൊണ്ട് നോക്കി നിന്നു. പറ അരുൺ, നിന്നെ ആരെ രക്ഷിക്കും? അരുൺ ഒന്നും മിണ്ടിയില്ല. കൊല്ലുന്നെങ്കിൽ വേഗം കൊല്ലടാ പാട്ടി. നെൽസൺ ഫ്രാങ്കോയെ നോക്കി പല്ലിറുമി. ഫ്രാങ്കോ തലചരിച്ച് നെൽസനെ നോക്കി. ഇല്ല നെൽസ, ഇല്ല. ഒറ്റയടിക്ക് നിങ്ങളെ ഞാൻ കൊല്ലില്ല. അതാണെങ്കിൽ എനിക്ക് എപ്പോഴേ ആവാമായിരുന്നു. ഫ്രാങ്കോ ഒന്നുകൂടെ കത്തിയുടെ മൂർച്ച പരിശോധിച്ചു. എന്നോട് പകവയ്ക്കുന്ന എല്ലാവരെയും ഇഞ്ചിഞ്ചായി കൊല്ലണമെന്നത് എൻ്റെ വാശിയാണ്. മാരിയും സക്കീറും അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ എൻ്റെ പിന്നാലെ കുറേ ദൂരം സഞ്ചരിച്ചു. കടുത്ത പകയുമായി പിന്നാലെ എതിരാളികൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അരുൺ? നിങ്ങളെ എന്നേക്കുമായി പറഞ്ഞയക്കുക എന്നല്ലാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ. ഫ്രാങ്കോ മെല്ലെ കത്തിയെടുത്ത് അരുണിൻ്റെ കഴുത്തിനോട് ചേർത്ത് ചെറുതായി ഒന്ന് വരഞ്ഞു. ഒരു ചെറിയ വര. ഒരു നിമിഷം കൊണ്ട് അതിൻ്റെ താഴെ അറ്റത്ത് ചോര പൊടിഞ്ഞു. കത്തിയുടെ തുമ്പിൽ പൊടിഞ്ഞ ചോര നാവുകൊണ്ട് നക്കിയെടുത്തു ഫ്രാങ്കോ. എ പോസിറ്റീവ്. അരുൺ ഞെട്ടലോടെ ഫ്രാങ്കോയെ നോക്കി. പെട്ടെന്നാണ് ഫ്രാങ്കോയുടെ പിറകിലൂടെ മറ്റൊരാൾ നടന്നു വരുന്നത് അരുൺ കണ്ടത്. പിന്നിലെ കാൽപെരുമാറ്റം കേട്ട് ഫ്രാങ്കോ തിരിഞ്ഞു നോക്കി. ശരീരവലുപ്പത്തിന് ചേരാത്ത വലിയ കുപ്പായമിട്ട ഒരാൾ. പാറിപ്പറന്ന മുടിയും ഒട്ടിയ കവിളുകളും അലക്ഷ്യമായി വളർന്ന താടിയും മീശയും. അയാൾ മെല്ലെ നടന്ന ഫ്രാങ്കോയുടെ അടുത്തെത്തി. മാരി പെട്ടെന്ന് പിന്നിലൂടെ വന്ന് അയാളെ പിടിച്ചു. കാട്ടുകടുവ മുരളും പോലെ ഒരു അലർച്ച. മാരി ഭയന്ന് പിന്നിലേക്ക് മാറി. ഫ്രാങ്കോയുടെ കണ്ണുകൾ ചെറുതായി. സക്കീർ പെട്ടെന്ന് കാലുയർത്തി ഒറ്റ ചവിട്ട്. അയാൾ തെറിച്ചു വീണു. പെട്ടെന്ന് തന്നെ അയാൾ ചാടി എഴുന്നേറ്റു. അയാളുടെ തല ഒരു വശത്തേക്ക് വെട്ടിക്കൊണ്ടേയിരുന്നു. ജെറി, അരുൺ പെട്ടെന്ന് അറിയാതെ വിളിച്ചു. അത് ജെറിയായിരുന്നു, റോസിന്റെ പപ്പ. ആശുപത്രിയിൽ കിടന്ന അന്നു മുതൽ കണ്ണു ചിമ്മാതെ ഉറങ്ങാതെ അവൾക്ക് കാവലിരുന്ന അവളുടെ പപ്പ. വെൽക്കം മൈ ഡിയർ. ഫ്രാങ്കോ ജെറിക്ക് നേരെ കൈയുയർത്തി അഭിവാദ്യം ചെയ്തു. ഫ്രാങ്കോക്ക് അയാൾ ഒരു എതിരാളിയെ അല്ലായിരുന്നു. ജെറിയുടെ കണ്ണിൽ പക്ഷേ കനത്ത പക നിറഞ്ഞു. അയാളുടെ ഓർമ്മകളിൽ നിറയെ തന്റെ സന്തോഷം തല്ലിക്കെടുത്തിയവരോടുള്ള പക നിറഞ്ഞു നിന്നു. ഫ്രാങ്കോക്ക് അയാളെ മനസ്സിലായിരുന്നു. സക്കീർ ജെറിയുടെ മുഖം ലക്ഷ്യമാക്കി കൈകൾ ആഞ്ഞു വീശി. ജെറിയുടെ വായിൽ നിന്നും കൊഴുത്ത ചോരയുടെ കൂടെ 2 പല്ലുകൾ കൂടെ പുറത്തേക്ക് ചാടി. വീണ്ടും കൈവീശിയ സക്കീറിന്റെ കൈ ജെറി പിടിച്ചെടുത്തു. പിന്നെ തലകൊണ്ട് ആഞ്ഞൊരിടി. സക്കീറിന് വലിയൊരു കല്ലുകൊണ്ട് ഇടിച്ച പോലെയാണ് തോന്നിയത്. പിന്നെ അയാൾ പോക്കറ്റിൽ നിന്നും മൂർച്ചയേറിയൊരു കത്തിയെടുത്ത് സക്കീറിന്റെ തോളിൽ കുത്തിയിറക്കി. പിന്നെ 2 കൈകൊണ്ട് അയാളുടെ കഴുത്തിന് ആഞ്ഞൊരു വെട്ട്. ബോധം കെട്ട് സക്കീർ നിലത്ത് വീണു. പെട്ടെന്ന് ജെറിയുടെ തലയ്ക്ക് പിറകിൽ ഒരു അടി കിട്ടി. മാരിയായിരുന്നു അത്. ജെറിയുടെ കണ്ണുകൾ തുറച്ചു. പ്രേതബാധ ഏറ്റതുപോലെ അയാൾ മാരിയുടെ ദേഹത്തേക്ക് ചാടിക്കേറി. 2 കണ്ണിലും കൈവിരലുകൾ കയറ്റി ഒരു ഒറ്റ അമർത്തൽ. വേദന കൊണ്ട് മാരി അലറിക്കരഞ്ഞു. പിന്നാലെ മാരിയുടെ തല പിടിച്ച ഒരൊറ്റ തിരി. കഴുത്തൊടിഞ്ഞ അയാൾ താഴെ വീണു. പെട്ടെന്ന് ജെറിക്ക് പിന്നിലൂടെ കൊള്ളിയാൻ പോയതുപോലെ തോന്നി. പിറകിലൂടെ കയറിയ കത്തി ഫ്രാങ്കോ വലിച്ചൂരി ഒന്നുകൂടെ കയറ്റി. ജെറിയുടെ ശരീരം ഒന്ന് പിടഞ്ഞ് തറയിലേക്ക് മറിഞ്ഞ് നിശ്ചലമായി. ഫ്രാങ്കോ കത്തിയിൽ പറ്റിയ ചോര മണത്തു നോക്കി. AB പോസിറ്റീവ്. അരുൺ മെല്ലെ മിഴികൾ ചേർത്തടച്ചു. ജബ്ബാർ മെല്ലെ കൈകൾ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. മാരിയും സക്കീറും മെല്ലെ എഴുന്നേറ്റു. 2 പേർക്കും ശരിക്കും നിൽക്കാൻ കഴിയുമായിരുന്നില്ല.
ഫ്രാങ്കോ വീണ് കിടന്ന ജെറിയെ ആഞ്ഞു ചവിട്ടി. പെട്ടെന്ന് ജെറി കണ്ണു തുറന്നു. രണ്ടാമതും ചവിട്ടാനാഞ്ഞ ഫ്രാങ്കോയുടെ കാലിൽ പിടിച്ച അയാൾ ആഞ്ഞൊരു വലി. പിറകിലേക്ക് തലയിടിച്ച് വീണ ഫ്രാങ്കോയുടെ കഴുത്തിൽ കടിച്ചു പറിച്ചു ജെറി. ഫ്രാങ്കോ അയാളെ കുടഞ്ഞെറിഞ്ഞു. പിന്നെ അറയിൽ നിന്നും റിവോൾവർ എടുത്ത് ജെറിക്ക് നേരെ ചൂണ്ടി. ഒരൊറ്റ കുതിപ്പായിരുന്നു ജെറി. കെട്ടിമറിഞ്ഞവർ താഴെ വീണു. ഉടുമ്പ് പിടിച്ചതുപോലെയായിരുന്നു ജെറിയുടെ പിടുത്തം. ഒടുവിൽ ഫ്രാങ്കോ ജെറിയെ തള്ളിമാറ്റി. ജെറിയുടെ കൂർത്ത നഖങ്ങളേറ്റ് പൊളിഞ്ഞിരുന്നു ഫ്രാങ്കോയുടെ മുഖം. അയാൾ ക്രൂരമായി ജെറിയെ നോക്കി. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു അനക്കം തോന്നി. ഫ്രാങ്കോ തിരിയുമ്പോഴേക്കും പുറത്തൊരു ചവിട്ട് കിട്ടി. ജബ്ബാറായിരുന്നു അത്. അതോടെ നെൽസണും അരുണും എഴുന്നേറ്റു. ഫ്രാങ്കോയുടെ ചുറ്റും അവർ 4 പേരും വട്ടമിട്ടു. കാട്ടുപന്നിയുടെ ശൗര്യമായിരുന്നു ഫ്രാങ്കോക്ക്. 4 പേരോടും ഏറ്റുമുട്ടിയിട്ടും ഒരു ക്ഷീണം പോലും അയാൾക്ക് തോന്നിയില്ല. അവസാനം ഫ്രാങ്കോ എല്ലാവരെയും അടിച്ചിട്ട് വിജയിയെപ്പോലെ ചിരിച്ചു. ഇടയിൽ കയറിയ സക്കീറും മാരിയും ജബ്ബാറിന്റെയും നെൽസന്റെയും അടിയേറ്റ് വീണുപോയിരുന്നു. അരുണിന്റെ മുന്നിൽ ചെന്ന ഫ്രാങ്കോ ഒന്ന് മൂരി നിവർത്തി. നിനക്കറിയാമോ അരുൺ, കരുത്തുള്ളവർ എക്കാലത്തും പ്രതിയോഗികളെ അതിജയിക്കും. കൂട്ടത്തിലെ ബലഹീനരെ ശക്തർ ആക്രമിച്ച് കീഴടക്കും. അത് പ്രകൃതി നിയമം. അരുൺ ഒന്നും മിണ്ടിയില്ല. ഫ്രാങ്കോ തന്റെ 2 കൈയും ആകാശേക്ക് ഉയർത്തി മുട്ടുകുത്തി നിന്നു. പക്ഷെ ഫ്രാങ്കോയുടെ നിയമം മറ്റൊന്നാണ്. കീഴടക്കുക മാത്രമല്ല, ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നതാണ് ഫ്രാങ്കോയുടെ നയം. ആകാശത്തിന് താഴെ ഫ്രാങ്കോയെ വെല്ലാൻ ആരുമില്ല. ഭൂമിയിൽ ഇരുൾ പരക്കുമ്പോൾ ഉറക്കം വിട്ട് എഴുന്നേൽക്കുന്ന പാപങ്ങളുടെ ഉടമസ്ഥ. നിനക്ക് ഞാനിന്ന് ചോരയിൽ ബലികുടീരം പണിയും. പിന്നെ ഫ്രാങ്കോ മറ്റേതോ ഭാഷയിൽ എന്തൊക്കെയോ ചൊല്ലി. ഭൂമിയൊന്ന് നിശബ്ദമായ പോലെ. പിന്നെ തന്റെ വലിയ കത്തിയുമായി ജെറിക്ക് സമീപമെത്തി. ജെറി കണ്ണുകളിൽ പക നിറച്ച് ഫ്രാങ്കോയെ നോക്കി. ജെറി, നിന്റെ റോസ് സുന്ദരിയായിരുന്നു. അതിനേക്കാൾ അവൾ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എനിക്ക്. അതിന് ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? ഒറ്റ തുപ്പായിരുന്നു ജെറി അവന്റെ മുഖത്തേക്ക്. ഒരൊറ്റ നിമിഷം ഫ്രാങ്കോ കണ്ണുകൾ അടച്ചു. ആ ഒരു നിമിഷം മതിയായിരുന്നു അരുണ്. നീരുവെച്ച കണ്ണുകൾ വലിച്ചു തുറന്ന ഒരൊറ്റ കുതിപ്പായിരുന്നു ഫ്രാങ്കോയുടെ നേരെ. അടി തെറ്റിയ ഫ്രാങ്കോയുടെ കഴുത്തിൽ പിടിച്ചമർത്തി ജബ്ബാർ. ജബ്ബാറിന്റെ മുഷ്ടിയിൽ ഞെരിഞ്ഞമർന്നു ഫ്രാങ്കോ. അതോടെ ജെറി എഴുന്നേറ്റ് അടിവയറ് നോക്കി ഒരൊറ്റ ഇടി. പിന്നെ കൃത്യം തുടകൾക്കിടയിൽ ഫ്രാങ്കോയുടെ കൃഷ്ണമണി ഒന്ന് മലക്കം മറിഞ്ഞു. ശ്വാസം കിട്ടാതെ ഫ്രാങ്കോ പിടഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം അല്പം ബാക്കിയായപ്പോൾ ജബ്ബാർ മുഷ്ടി അയച്ചു. പിടയാൻ പോലും ത്രാണിയില്ലാതെ ഫ്രാങ്കോ തളർന്നു കിടന്നു. ഒരു പണി ബാക്കിയുണ്ട്. ജെറി 3 പേരെയും വലിച്ച് ഒരു സ്ഥലത്തേക്ക് അടുപ്പിച്ചു. പിന്നെ വണ്ടിയിൽ കരുതിയ പെട്രോൾ എടുത്തുകൊണ്ടുവന്നു. പിന്നെ സാവധാനം അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു. അവസാനം ഒരു കടലാസ് കത്തിച്ച് അവരുടെ ദേഹത്തേക്ക് ഇട്ടു. തീ മെല്ലെ ആളിപ്പടർന്നു. ജീവനുള്ള ശരീരം തീയിൽ പിടയുന്നത് നോക്കി ജെറി ആവേശത്തോടെ നിന്നു. അരുണും നെൽസണും ജബ്ബാറും തിരിഞ്ഞു നടന്നു. ജെറി പിന്നെ സാവധാനം തീ കെടുത്തി. കരിഞ്ഞ മാംസത്തിന്റെ മനം പുരട്ടുന്ന ഗന്ധം അവിടെയെങ്ങും പരന്നു. അവരെ കൊണ്ടുപോവാമായിരുന്നു. ഇച്ഛാഭംഗത്തോടെ അരുൺ പറഞ്ഞു, വേണ്ട അരുൺ, ജെറി തന്നെയാണ് ശരി. അയാൾക്കാണ് ഫ്രാങ്കോക്ക് ശിക്ഷ കൊടുക്കാൻ കൂടുതൽ യോഗ്യത. നമ്മൾ കൊണ്ടുപോയാൽ നിയമത്തിന്റെ നൂലാമാലകളിലൂടെ അവർ രക്ഷപ്പെടും. പിന്നെ വീണ്ടും റോസുമാർ ആവർത്തിക്കും. അരുൺ തലയാട്ടി. 3 പേരും ജീപ്പിൽ കയറി ഓടിച്ചുപോയി. അകത്ത് വേദന കൊണ്ട് അലറിക്കരയുകയായിരുന്നു അവർ. ദേഹമാസകലം പൊള്ളി മുടിയെല്ലാം കരിഞ്ഞിട്ടും പക നിറഞ്ഞ് ജെറിക്ക് നേരെ കുതിച്ചു ഫ്രാങ്കോ. പക്ഷേ ജെറി ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. പിന്നെ പിറകിലൂടെ ഫ്രാങ്കോയെ തൊഴിച്ചിട്ടു. അവസാനം അടുക്കളയിൽ ചെന്ന് കുറെ പഞ്ചസാര വെള്ളത്തിൽ കലക്കി 3 പേരെയും തേച്ചു പിടിപ്പിച്ചു. പിന്നെ പഞ്ചസാര വെള്ളം ചെറുതായി ഒഴിച്ച് ജനൽപ്പടിയിൽ കൂടുകൂട്ടിയ ചുവന്ന ഉറുമ്പിന്റെ കൂട്ടിലേക്ക് ഇറ്റിച്ചു. സാവധാനം ഉറുമ്പുകൾ അവരുടെ ദേഹം വന്ന് പൊതിഞ്ഞു. ആയിരക്കണക്കിന് ഉറുമ്പുകൾ അവ അവരെ കാർന്നുകൊണ്ടേയിരുന്നു. വായിലും മൂക്കിലും കണ്ണിലും എല്ലായിടത്തും ആർത്തിമൂത്ത ഉറുമ്പുകൾ കടിച്ചു പറിച്ചു. ജെറിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ ജെറി ഒരു പിടി പൂക്കളുമായി റോസിന്റെ കല്ലറയിലെത്തി. തലേന്ന് വയറിൽ കത്തി കയറിയ സ്ഥലം ചുട്ടുപഴുക്കുന്നത് പോലെ ജെറിക്ക് തോന്നി. ആനയുടെ തൊട്ടടുത്ത് തന്നെയാണ് റോസിന്റെയും കല്ലറ. 2 കല്ലറകൾക്കിടയിൽ തലയിൽ കൈവച്ച് വെറുതെ കിടന്നു ജെറി. വൈകിട്ട് സെമിത്തേരിയിൽ വന്ന ആരോ ആണ് ജെറിയുടെ ബോഡി കണ്ടത്. പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു ആ കിടത്തം. പിറ്റേന്ന് റോസിന്റെ കല്ലറയ്ക്ക് ഇപ്പുറത്ത് ജെറിക്കും കല്ലറയൊരുങ്ങി. ജെറിക്കും ആനയ്ക്കും ഇടയിൽ സുരക്ഷിതമായി അവൾ ഉറങ്ങി. ശലഭം പോലെയുള്ള ആ പെൺകുട്ടി. ദൂരെ ആകാശലോകങ്ങൾക്കപ്പുറം സ്വർഗരാജ്യത്ത് അവർക്കുള്ള മണിമാളിക ഒരുക്കുന്ന തിരക്കിലായിരുന്നു മാലാഖമാർ. അവർ പരസ്പരം നോക്കി പുഞ്ചിരി തൂകി. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്ന ഒരു ചെറിയ കഥയായിരുന്നു. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലഭ്യമാണ്.